പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മ ആചരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മംഗളവാർത്തയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നല്ല ദൈവമേ, അവിടത്തേക്ക് ഞങ്ങളോടുണ്ടായിരുന്ന, ഞങ്ങളോടെപ്പോഴുമുള്ള വലിയ സ്നേഹമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ അവതീർണനാകണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ അവിടുന്ന് വന്ന് പിറക്കുകയും വസിക്കുകയും ചെയ്യണമേ. ദൈവം ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന എമ്മാനുവേലിൻ്റെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ അവിടുന്ന് കൂടുതൽ വിശുദ്ധീകരിക്കുകയും നന്മയിൽ വളർത്തുകയും ഉയർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുള്ള ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത ആസ്വദിക്കാൻ അവിടുന്ന് ഞങ്ങളെ തുറന്നുള്ള സമയങ്ങളിൽ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് നടത്തിയ പ്രചോദനവും അങ്ങയുടെ ആത്മാവിൻ്റെ ദൈവവചന ലിഖിത രൂപത്തിലാക്കുന്നതിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ പുതിയൊരു വിശുദ്ധഗ്രന്ഥ പഠനത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഒരു 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 അക്കാഡമിക് പഠനം എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് മുതൽ ആളുകൾ ചോദിച്ചിരുന്നത് പോലെ വിശുദ്ധഗ്രന്ഥത്തെ കോൺക്രീറ്റ് ആയിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം കൂടെ നമുക്ക് ദൈവകൃപം പഠിക്കുമ്പം ആവശ്യമുണ്ടല്ലോ. അതിൻ്റെ ജനറൽ തിയോളജി ഏതാണ്, അതിൻ്റെ അടിസ്ഥാന ഭാവങ്ങൾ എന്ന് പറയുക മാത്രമല്ല, അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടതായ ചില വിഷയങ്ങളും കൂടിയുണ്ട്. അങ്ങനത്തെ ചില വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധഗ്രന്ഥം മുഴുവനും വ്യാഖ്യാനിക്കാൻ, ഒരു ചെറിയ തരത്തിൽ പോലും വ്യാഖ്യാനിക്കുക സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഒരു ബൈബിൾ കമന്ററി ഒരു ഇത്രയൊക്കെ ഉണ്ട്. അതിനകത്തുള്ള അക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു മൈക്രോസ്കോപ്പ് വെച്ച് വായിക്കേണ്ട പോലത്തെ. നമുക്കത് വളരെ എളുപ്പത്തിലൊന്നും പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കുറച്ച് ദുർഗ്രഹമായ വചനഭാഗങ്ങളെ നമുക്ക് അതേത് വിധത്തിലാണ് സഭയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്, എങ്ങനെയാണ് വിശുദ്ധഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് തീർത്തും പ്രായോഗികമായ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. പ്രായോഗികമായ വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗവും അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മാത്രം പറഞ്ഞു പോകുന്നതാണ്. അതിൻ്റെ എല്ലാ വശങ്ങളൊന്നും പറയാൻ പറ്റില്ല, പറയാൻ എനിക്കും അറിയില്ല, നമുക്കത് പറയാനും എളുപ്പമല്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്താണ് എന്ന് പറയുക എന്നുള്ളതാണ്. ക്രിസ്മസിന്റെ അടുത്ത ദിവസങ്ങളിലാണ് നമ്മളൊക്കെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ മുൻകൂട്ടി നേരുകയും ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കുന്ന രക്ഷയുടെ വഴി, അത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തന്നെ ഒരു ആഗോള ചരിത്രത്തിലേക്കും കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ അത് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണെന്ന് ആരംഭത്തിൽ പെട്ടെന്ന് ചുമ്മാ അങ്ങനെ പ്രത്യേകിച്ച് കോണ്ടെക്സ്റ്റ് ഒന്നും ഇല്ലാതെ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉൽപ്പത്തിയെക്കുറിച്ചാണ്. ഉൽപ്പത്തി മുതലാണ്. ഉൽപ്പത്തിയെക്കുറിച്ച് ഇന്ന് മാത്രമല്ല സംസാരിക്കുക, നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇന്ന് നമ്മളത് കാണാൻ പോവാണ്. ഉൽപ്പത്തി. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ച് വായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വായിക്കാമെങ്കിൽ അങ്ങനെയും വായിക്കാം. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ, അത് ഉൾക്കൊള്ളുന്ന ചില അടിസ്ഥാന പ്രമേയങ്ങൾ അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും കൂടിയാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൂടെ കൂടിച്ചേരുമ്പോഴാണ് കൂടുതൽ എന്താ പറയുക പൂർണ്ണമാകുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകമാണ് ഏറ്റവും ആദ്യത്തെ വിശുദ്ധഗ്രന്ഥത്തിന്റെ ആദ്യത്തെ പുസ്തകം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ പലർക്കും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ഡിഫറൻസ് പോലും അറിഞ്ഞുകൂടാ എന്ന് ചിലപ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഇപ്പോൾ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരു പകുതിയിലധികം ആളുകൾ പഴയ നിയമത്തിൽ തപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് വിവാഹ ഒരുക്ക ക്ലാസ്സുകൾക്കൊക്കെ ഇരിക്കുമ്പം ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥ വായന നടത്തിയിട്ടില്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ എനിക്ക് ആദ്യം നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ആദ്യ അവസാനം ഒരു പ്രാവശ്യം വായിക്കുക എന്നുള്ളത് ഒരു വ്രതമായിട്ട് എടുക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ വായിച്ചാൽ മതി എന്ന് വിചാരിച്ചോളൂ.
കൂടുതൽ വായിക്കാൻ കഴിയുന്ന നല്ലതാണ്. ഏറ്റവും മിനിമം നമുക്ക് ആദ്യ അവസാനം, തുടക്കം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. പിന്നെ കൂടുതൽ പ്രാവശ്യം വായിക്കാവുന്നത് സുവിശേഷങ്ങളൊക്കെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ആദ്യം നമുക്ക് വായിച്ചു പോകാം. പക്ഷെ ഒരു പ്രാവശ്യം ഒന്ന് ആദ്യ അവസാനം വായിക്കുന്നത് എപ്പോഴും ഉചിതമാണ്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ടോട്ടാലിറ്റിയെ കുറിച്ച് ഒരു ധാരണ വരുന്നത്. എങ്ങനെ ഇത് പുരോഗമിക്കുന്നു, എങ്ങനെ ഈ ദൈവിക സന്ദേശം ഈശോയിൽ എത്തിച്ചേരുന്നു, എന്നിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയ ധാരണ വരാൻ അത് ഒത്തിരി ഉപകരിക്കും, വെറുതെ ഒന്ന് വായിച്ചു പോകുന്നത്. ഞാൻ പണ്ട് നമ്മൾ സംസാരിച്ച സമയത്ത് വിശുദ്ധഗ്രന്ഥം മുഴുവനും വായിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് ക്രമത്തിൽ വായിക്കണം എന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലെങ്കിലും ആദ്യാവസാനം വായിക്കുന്നത് നല്ലതാണ്. അതിന്റെ ക്രമം മാറ്റി വായിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ആദ്യം സാധിക്കുമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം വായിച്ച്, പിന്നീട് സുവിശേഷം വായിച്ച്, അതിന്റെ വ്യാഖ്യാനമായ ലേഖനങ്ങൾ വായിച്ച്, വെളിപാട് വായിച്ച്, പിന്നെ അതിലേക്ക് എത്തിയ പഴയ നിയമത്തിന്റെ ചരിത്രം വായിക്കുന്നത് നല്ലതാണ്. എങ്ങനെയായിരുന്നാലും ഒരു റൗണ്ട് മുഴുവനും വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉൽപ്പത്തി ചരിത്രത്തിന്റെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗം. അത് ഉൽപ്പത്തി പുസ്തകത്തിന് തന്നെ 2 ഭാഗങ്ങളുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് 11-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. 11-ാമത്തെ അധ്യായം പൂർത്തിയാകുന്നത് വരെ 11 ഉൾപ്പെടെയുള്ള അധ്യായങ്ങൾ. 12 മുതൽ മറ്റൊരു ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. ആദ്യത്തെ 11 അധ്യായങ്ങൾ അവ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഏതൊക്കെ കാര്യത്തിലാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഒന്ന്, അതിനകത്ത് ഈ ആദ്യത്തെ 11 ഭാഗങ്ങൾക്കകത്ത് കൃത്യമായ എന്ന്, എപ്പോൾ എന്നൊന്നും പറയാത്ത കുറെ കാര്യങ്ങൾ, എന്നാൽ അതൊക്കെ ഒരു കുറെ എന്താ പറയാ ഭയങ്കരമായി എക്സാജറേറ്റ് ചെയ്തതുപോലെ തോന്നുന്ന കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വല്ലതും നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അതുപോലെ സൃഷ്ടിയെ സംബന്ധിക്കുന്ന പൊതുവായ ചില പ്രത്യേകതകൾ. ഉദാഹരണത്തിന് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുമ്പം അതിന് ടെക്നോളജിയെ കുറിച്ചൊന്നും പറയാതെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഒരു പ്രത്യേകതരം കഥ പോലെ തോന്നുന്ന പോലത്തെ ഒരു പരാമർശം നടത്തി പോകുന്നു. ഇങ്ങനത്തെ കുറെ നമ്മളെ ഇതെന്താ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത്? ഇത് എവിടെ നടന്ന, ഇത് ശരിക്കും കഥയാണോ, ഉള്ളതാണോ, ഇനി ഇതിന്റെ ഇച്ചിരി നടന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തതാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സൃഷ്ടി. അങ്ങനെ തുടങ്ങിയിട്ട് നോഹയുടെ പെട്ടകം, ബാബേൽ ഗോപുരം, ഇങ്ങനെ തുടങ്ങുന്ന കുറേ സംഭവങ്ങളാണ്. നോഹയുമായിട്ടുള്ള ഉടമ്പടി, അതുപോലെ ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങുന്ന ബാബേൽ ഗോപുരത്തിൽ അവസാനിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ ആദ്യത്തെ 11 അധ്യായത്തിനകത്തുള്ളത്. എന്നാൽ അതിന് ശേഷം 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് മുതൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, സ്ഥലവും സാഹചര്യവും ആളെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവരണം ആരംഭിക്കും. അത് ആരംഭിക്കുന്ന അബ്രാഹത്തിന്റെ വിളി മുതലാണ്. ദൈവം ഊർ എന്ന നാട്ടിൽ താമസിച്ചിരുന്ന അബ്രാഹത്തെ വിളിക്കുന്നു. എന്നിട്ട് അബ്രാഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അബ്രാഹം അത് ഫോളോ ചെയ്യുന്നു. അബ്രാഹത്തെ ഒരു ജനതയാക്കി മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ അവിടം തൊട്ട് അങ്ങോട്ട് പറയുന്നത് മുഴുവനും ആര്, എവിടെ, എപ്പോൾ എന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും അങ്ങനെ കാണണമെന്നില്ല. ഇനി അപ്പൊ സ്വാഭാവികമായും ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ നമുക്ക് വല്ലാത്ത ആശങ്കയോ അത്ഭുതമോ എന്താ പറയുക, ഒരു അൺസർട്ടനിറ്റിയോ വല്ലാതെ നമ്മളിൽ ഉണർത്തുന്ന ഭാഗമാണ് ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ വാക്കും ഒരു ആഴമുള്ള കടൽ പോലെയാണ്. ഓരോ വാക്കും ഓരോ കടൽ പോലെയാണ്. അത്രയും ഡെപ്തുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ മുഴുവൻ ഡെപ്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുമൊന്നുമില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വളരെ സുന്ദരമായ ആന്തരിക അർത്ഥങ്ങളെക്കുറിച്ച് ആണ് നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചു പോകാൻ തുടങ്ങും. ഇന്ന് നമ്മൾ ആദ്യത്തെ ഏതാനും ഒരു 5-10 വാചകങ്ങളെങ്കിലും പറയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അത് ആരംഭിക്കുന്നത് സൃഷ്ടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. 1-ാമത്തെയും 2-ാമത്തെയും അധ്യായം ഏതാണ്ട് പൂർണ്ണമായും മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വരെയുള്ള സൃഷ്ടി വിവരണമാണ്. 2 തരത്തിലുള്ള സൃഷ്ടി വിവരണം നമുക്ക് ലഭ്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച വിധത്തെക്കുറിച്ച് ദിവസങ്ങൾ പറയുന്നതും, പിന്നെ വളരെ ഷോർട്ടായിട്ട് ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതുമായ 2 തരത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അത് പറഞ്ഞു തുടങ്ങുന്നത് പോലെ ഒരു 1-2 അധ്യായങ്ങളിൽ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ചരിത്രം, സൃഷ്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് വായിക്കും.
നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് വായിച്ച് അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നോക്കാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം, ഓരോ ദിവസമായി ദൈവം സൃഷ്ടിക്കുന്നു എന്നാണ്. ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പണിക്കാരനൊക്കെ ജോലിക്ക് പോകുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, കുറച്ച് ജോലി ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ക്രമീകരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി വിശ്രമിക്കുന്നു. വിശ്രമിക്കാൻ പോകുന്നതിന് മൊത്തത്തിൽ നോക്കിയിട്ട് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഇന്നത്തെ പണി വലിയ മോശമില്ല എന്ന് ഒക്കെ വിലയിരുത്തുന്നു, എന്നിട്ട് പോകുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ വീണ്ടും വരുന്നു. അങ്ങനെ ഒരു 6 ദിവസം കൊണ്ട് ഈ കണ്ടതെല്ലാം പൂർത്തിയാക്കി എന്ന് വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ തുടക്കം. ഓരോ ദിവസവും പലപ്പോഴും നമ്മൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണും. ഓരോ ദിവസവും 2 കാര്യങ്ങൾ വീതം സൃഷ്ടിച്ചു പോകുന്ന ഒരു ശൈലിയും ഒക്കെ ഇതിനകത്ത് തെളിഞ്ഞും മറിഞ്ഞൊക്കെ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് അതിന്റെ ആദ്യ ഭാഗങ്ങൾ തൊട്ട് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഞാനായിട്ടത് വായിക്കാം. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നോക്കുക, ആദിയിൽ, ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? എന്തായിരിക്കും അതിന്റെ ഉള്ളർത്ഥം? ആദിയിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ആരംഭത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ ആദ്യ അർത്ഥം. ശരിക്കും അബ്രാഹത്തെ വിളിക്കുമ്പോൾ മുതലാണ് രക്ഷാചരിത്രത്തിന്റെ ഒരു ചരിത്രാത്മകമായ ഒരു ഭാഗം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ഡൗൺ ടു എർത്ത് ഹിസ്റ്ററി ആരംഭിക്കുന്നത് അബ്രാഹത്തിന്റെ വിളി മുതലാണ്. അപ്പോഴാണ് ഒരു ചോദ്യം, ഈ അബ്രാഹത്തിന്റെ വിളി മുതൽ ആരംഭിച്ചാൽ പിന്നെ ഒത്തിരി ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ അബ്രാഹം എവിടെ നിന്ന് വന്നു? അബ്രാഹത്തോട് സംസാരിക്കുന്ന ഈ ദൈവം ഇപ്പോൾ ആരാണ്? ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? മനുഷ്യനൊക്കെ എവിടെ നിന്ന് ഉണ്ടായതാണ്? അബ്രാഹവും അവരുടെ മക്കളും സന്തതി പരമ്പരയും ഒക്കെ അങ്ങനത്തെ കാര്യം എങ്ങനെ എവിടെ നിന്ന് വന്നു? ഇനി നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടതയും യാതനയൊക്കെ സഹിച്ച് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ തന്നെയാണോ ശരിക്കും സൃഷ്ടിക്കപ്പെട്ടത്? നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നു പോയതാണോ? നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും ഭാവിയിലേക്ക് എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അബ്രാഹം വിളിക്കപ്പെടുന്നത് ഏതാണ്ട് ഒരു BC 1500 വർഷങ്ങൾക്ക് മുമ്പ് എന്നങ്ങ് സങ്കല്പിക്കാം. ഒരു 1500-2000 വർഷം മുമ്പ് എന്നങ്ങ് സങ്കല്പിക്കാം. അതായത് ഇന്നേക്കൊരു 3500-4000 വർഷത്തിനകത്ത് ആണ് ഈ അബ്രാഹത്തിന്റെ വിളി സംഭവിക്കുന്നത്. പക്ഷെ മനുഷ്യചരിത്രം ആരംഭിച്ചിട്ട് അതിനേക്കാളൊക്കെ ഒത്തിരി നാളായി എന്ന് അന്ന് തന്നെയുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് പറയാൻ കാരണം, അപൂർവം എന്നല്ല, ഒത്തിരി ആളുകൾ, നിരീശ്വരവാദികളായ ആളുകളോ ഒക്കെ ഈ സൃഷ്ടി വിവരണത്തെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടാണ് അവര് പുച്ഛിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമുക്കത് കേൾക്കുന്നവർക്ക് ഭയങ്കര തമാശയായിട്ട് ചിലപ്പോൾ തോന്നും. ഇത്രയ്ക്ക് അറിവില്ലാത്ത ആൾക്കാരാണ് ഇവര് എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തോന്നും, ഇവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ഒരാളോട് വേറൊരാൾ ചോദിക്കുന്ന ചോദ്യമാണ്. BC എത്രയെങ്ങാണ്ട് BC 1400 അങ്ങനെ എങ്ങാണ്ടിൽ ഒരു ഒക്ടോബർ 4-ാം തീയതിയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെ ആര് പറഞ്ഞു എന്ന ചോദ്യമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് ചോദിക്കും. ഇതിന്റെയൊക്കെ പുറകിൽ എന്താണെന്നറിയാമോ? ഈ ബൈബിളിൽ പറയുന്ന ആളുകളുടെ ആയുർദൈർഘ്യം എണ്ണിപ്പറക്കിയിട്ടാണ് പുറകോട്ട് വിടുന്നത്. 3-ാമത്തെ വയസ്സിൽ അബ്രാഹത്തിന് പുത്രനുണ്ടായി. ആ പുത്രൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്രയും വർഷം ഇങ്ങോട്ട് കൂട്ടി അങ്ങനെയൊക്കെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ബാലിശമായി ഈ സൃഷ്ടി വിവരണത്തെ കാണുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നഴ്സറി പിള്ളേരൊക്കെ ഒരു കാര്യത്തെ കാണുന്നത് പോലെ. ഉദാഹരണത്തിന് ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ വായിച്ചു കഴിയുമ്പോഴത്തേനും അതിന്റെ അക്ഷരാർത്ഥത്തിൽ അതിനെ എടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നതുപോലെ ഈ വായിക്കുന്നവയെ അക്ഷരാർത്ഥത്തിലെടുത്ത് അതിനകത്ത് ചരിത്രവും സയൻസും കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്താ പറയാ, തീർത്തും അപക്വരായ ആളുകൾ. എന്നാൽ അതെങ്ങനെയാണത് സഭയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് അവർ അന്വേഷിക്കുക പോലും ചെയ്യില്ല. അവർ സ്വന്തമായ നിലയ്ക്കൊരു പുസ്തകം എടുക്കുന്നു, അതിനകത്ത് അവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ നമ്മൾ കാണും. അപ്പോൾ ഈ ആദ്യ ഭാഗത്തിന്റെ ഉദ്ദേശം എന്താണ്? ഒരാമുഖം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അബ്രാഹത്തിൽ ആരംഭിക്കുന്ന രക്ഷാചരിത്രത്തിന് ഒരാമുഖം നൽകുക എന്നുള്ളതാണ്. ഈ ആമുഖത്തിന്റെ ഒരു പ്രത്യേകതയും പ്രശ്നം എന്നറിയോ? 1-2 ദിവസത്തെ കാര്യമല്ല ഈ ആമുഖത്തിനകത്ത് ചുരുക്കി പറയേണ്ടത്. അതായത് അബ്രാഹത്തെ വിളിക്കുന്ന കാലം മുതലുള്ള ചരിത്രം, ഈ പറഞ്ഞ 1500 BC മുതലുള്ള കാര്യം വിശുദ്ധഗ്രന്ഥത്തിൽ ഇത്രയും വലിയ ഭാഗങ്ങളുടെ ഭാഗമായി തീർന്നെങ്കിൽ അതിനു മുൻപുള്ള കാലഘട്ടം അതിനേക്കാൾ ഒത്തിരി വലുതാണ്. അവിടുത്തെ സംഭവങ്ങളും ധാരാളമാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടി മുതലുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഇതിന്റെ പുറകെ കിടക്കുന്നത്. അപ്പൊ ഇതിനെ മുഴുവനും എങ്ങനെയാണ് 11 അധ്യായങ്ങളിലേക്ക് ഒതുക്കുന്നത്? അതൊരിക്കലും സാധ്യമല്ല. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരാമുഖം കൊടുക്കുകയാണ്. വളരെ പ്രതീകാത്മകമായ വിധത്തിൽ ആ സംഭവങ്ങളെ മുഴുവനും അവതരിപ്പിക്കുകയാണ്. വെറുതെ പ്രതീകാത്മകമല്ല, പല ആളുകളും അതിനെ വെറുതെ പ്രതീകാത്മകമായി എന്ന് പറയും. പ്രതീകാത്മകമായിട്ടുമല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാം.
അതിനെ മറ്റൊരു വിധത്തിൽ വളരെ സമ്യക്കായി കുറച്ച് ആലങ്കാരികമെന്ന് തോന്നുന്നത് പോലെയോ ചില സാദൃശ്യങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ അവതരിപ്പിക്കുന്നത്, എന്നാൽ അതിനകത്ത് ചില പ്രത്യേകതരം വിശേഷണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകുന്നത് നമ്മൾ ഈ ഉൽപ്പത്തി ചരിത്രത്തിന്റെ ആദ്യത്തെ 11 ഭാഗങ്ങളിൽ കാണും. ഈ 11 അധ്യായം എന്ന് പറയുന്നത് മറ്റ് മുഴുവനുള്ള വിശുദ്ധ ഭാഗത്തേക്കാൾ ആഴമുള്ളതാണ്. ഒത്തിരി എന്താ പറയാ ദൈവിക രഹസ്യങ്ങൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ദൈവത്വത്തെക്കുറിച്ചും മനുഷ്യാസ്തിത്വത്തെക്കുറിച്ചും അവന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും അവന്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്ന, എന്നാൽ വെറുതെ ചരിത്രപരമായിട്ടല്ലാതെ അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഏരിയയാണ് ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ. ഈ 11 അധ്യായങ്ങളുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞിട്ട് നമുക്ക് വായിക്കാനായിട്ട് വരാം. ഈ 11 അധ്യായങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലർ പറയും ഇത് ചരിത്രമൊന്നും അല്ല, ഇത് കഥയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ അതിനെ ശരിക്കും ചരിത്രം തന്നെയാണ്, ഇങ്ങനെയാണ് അതിന്റെ ചരിത്രം, അല്ലെങ്കിൽ ബൈബിളിൽ വെറുതെ കഥയൊക്കെ എഴുതി വെക്കേണ്ടായിരിക്കും, ഇതൊരു ചരിത്രമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി മൂന്നാമത് വേറൊരു ആളുകൾ അല്പം ഒരു ചരിത്രമൊക്കെ ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ കഥയൊക്കെ പൊലിപ്പിച്ച് എഴുതിയേക്കുന്നു, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് ചോദ്യം, ഇതിനകത്ത് ചരിത്രമുണ്ടോ, ചരിത്രം എന്തുമാത്രമുണ്ട് എന്നതാണ് ഇതിന്റെ ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ചരിത്രമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം. ചരിത്രമുണ്ട്. അതായത് ഇത് വെറുതെ ഒരു സാങ്കല്പിക ഭാവനാ സൃഷ്ടി ആണ് എന്ന് കരുതരുത്. ഇതിനകത്ത് ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഐതിഹ്യമല്ല. ചരിത്രമില്ലെങ്കിൽ എന്തായി തീരും എന്നറിയാമോ? ഐതിഹ്യമായി മാറും, എപ്പിക്കായി മാറും. എപ്പിക്കുകൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ പോലും പുരാണങ്ങൾ കണ്ടിട്ടില്ലേ? പുരാണങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് ആരും ചോദ്യം ചെയ്യത്തൊന്നുമില്ല, ആരും അതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കില്ല. കാരണം അതൊരു കഥയാണെന്ന് അവർക്ക് അറിയാം. ഒരു എന്താ പറയാ, ചില ജീവജാലങ്ങളെ അഭൗമികരായി അമാനുഷികരായി എന്ന പോലെയൊക്കെ അവതരിപ്പിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലൂടെ ഒഴുകുന്ന ഒരു കഥ, അങ്ങനത്തെ കഥകളാണ്. അതുകൊണ്ട് അവയെ സ്വാഭാവികമായി എപ്പിക്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്രീക്ക് പുരാണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭാരതത്തിലെ പുരാണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പുരാണങ്ങളുടെ പ്രത്യേകത, അവയ്ക്ക് ചരിത്രത്തിന്റെ പ്രശ്നമൊന്നുമില്ല, പകരം അവ കൈമാറ്റം ചെയ്തു വരുന്ന കഥകളാണ്. അതിനകത്ത് സാരോപദേശങ്ങളും ഉണ്ട്. ഇതുപോലെ കൈമാറ്റം ചെയ്തു വരുന്ന സാരോപദേശങ്ങളുള്ള ഒരു കഥയല്ല ഉൽപ്പത്തിയുടെ ചരിത്രം. പകരം അവയിൽ ചരിത്രമുണ്ട്, ചരിത്രം അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശവുമല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ആ ചരിത്രം അവതരിപ്പിക്കുന്നത്? ആ ചരിത്രം ദൈവശാസ്ത്രം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ചരിത്രമാണ്. ചരിത്രം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ചരിത്രമല്ല, പകരം ദൈവശാസ്ത്രം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ചരിത്രമാണ്. ഇതിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ചരിത്രത്തെ എടുത്ത് ചരിത്രത്തിന് വേണ്ടി അവതരിപ്പിക്കുമ്പോഴാണ് ആ ചരിത്രത്തിന്റെ ആര്, എപ്പോൾ, എങ്ങനെ, എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടി വരുന്നത്. എന്നാൽ ചരിത്രത്തെ ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ചരിത്രത്തിന്റെ ന്യൂവാൻസസ് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം ചരിത്രം ഒരു റോ മെറ്റീരിയലാണ്, ചരിത്രം ഒരു ബേസ് ആണ്. ആ ബേസ് ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? അതുപയോഗിച്ച് വളരെ ഗൗരവമുള്ള ഒരു കാര്യം സൃഷ്ടിക്കാൻ പോകും. ഉദാഹരണത്തിന്, ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാവിന്റെ പൊടി എടുക്കുന്നു എന്ന് പറയുക എന്ന് വിചാരിക്കുക. മാവിന്റെ പൊടി അതിൽ തന്നെ എന്തോരം വിലയുള്ളതാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ഭക്ഷ്യയോഗ്യമല്ല. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് അത് ഭക്ഷ്യയോഗ്യമാണ്. അപ്പൊ നോക്കിയാൽ പക്ഷെ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ ഈ മാവില്ലാതെ പറ്റത്തുമില്ല. ഇതൊരു അത്ര പ്രോപ്പർ ആയിട്ടുള്ള ഉദാഹരണമൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത്, ഇതൊരു റോ മെറ്റീരിയൽ പോലെയാണ്. സുന്ദരമായ ഒരു തേൻ പോലെ മധുരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ പാകപ്പെടുത്തി നമുക്ക് തരാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് ചരിത്രം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അതിനകത്ത് ചരിത്രം ഉൾച്ചേർന്നിട്ടുണ്ട്. ചരിത്രത്തെ എടുത്തിട്ടുണ്ട്, ചരിത്രത്തെ വിശകലനം ചെയ്യുന്നുണ്ട്, ചരിത്രത്തിന്റെ ഭാഗങ്ങളെ ചിലപ്പോൾ പൊലിപ്പിച്ചവതരിപ്പിക്കുന്നുണ്ട്, ചിലതിനെ തമസ്കരിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും അതിനകത്ത് ഉടനീളം ഒഴുകുന്ന ഒരു ചരിത്രത്തിന്റെ ഘട്ടമുണ്ട്, ചരിത്രത്തിന്റെ ഒരു അനുഭവങ്ങളുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ചരിത്രം? അതുവരെയുള്ള മനുഷ്യർ അനുഭവിച്ചിട്ടുള്ള, അവരുടെ അനുഭവങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുള്ള, തലമുറകളിലൂടെ പകർന്നു കൊടുത്തിട്ടുള്ള അവരുടെ ജീവിതാനുഭവത്തിന്റെ ചോദ്യങ്ങളും ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുള്ള സംഭവങ്ങളും ഈ നാട്ടിൽ അവർ കണ്ടിട്ടുള്ള അനുഭവങ്ങളും ചരിത്രമായി മാറിയിട്ടുണ്ട്. അതാണ് ഉള്ള ചരിത്രം. അല്ലാതെ നമുക്ക് അറിയാമല്ലോ, ആരും ചരിത്ര പുസ്തകം ദൈവം എഴുതി താഴത്തോട്ട് ഇട്ടിട്ടൊന്നുമില്ല. അവര് കേട്ടിട്ടുള്ള ചരിത്രത്തെ അവരുപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവ് അവയെ രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. എന്നിട്ട് ഈ ചരിത്രം ഉപയോഗിച്ച് എന്തായിട്ടാണ് രൂപാന്തരപ്പെടുത്തുന്നത്? അവയെ ഉപയോഗിച്ചുകൊണ്ട് അതിസുന്ദരമായ, വളരെ ദീർഘമായ, ചരിത്രത്തെക്കാൾ വലിയ ഒരു ചരിത്രത്തിന്റെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നു. ചരിത്രത്തിന്റെ ദൈവശാസ്ത്രമാണ് അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടി മുതലുള്ള പ്രവൃത്തികളുടെ ഒരു ആന്തരിക അർത്ഥമാണ് അവതരിപ്പിക്കുന്നത്. അല്ലാണ്ട് എങ്ങനെ സൃഷ്ടിച്ചു എന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയാൻ ഉദ്ദേശിക്കുന്നത്. പകരം
അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിന്റെ സ്വഭാവം എന്തായിരുന്നു, സൃഷ്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ മുൻപത്തെ ക്ലാസ്സുകൾ സംസാരിച്ചിട്ടുണ്ട്, എന്നാലും അതിനൊന്ന് സൂചിപ്പിക്കുന്ന ചിലരെങ്കിലും ആദ്യമായിട്ടുള്ളവരുണ്ടാവുമല്ലോ. അതായത് ഈ ശാസ്ത്രവും ഉൽപ്പത്തി ചരിത്രവുമാണ് എപ്പോഴും ഒരു കോൺട്രഡിക്ഷനിൽ നിൽക്കുന്ന പോലെ കാണപ്പെടുന്നത്. ഉൽപ്പത്തിയിൽ പറയുന്ന കാര്യങ്ങളും സയൻസിന്റെ കണ്ടെത്തലുകളും ഒരു വിധത്തിലും മാച്ചായി പോകുന്നില്ല എന്നാണ് അനേകം ആളുകൾ ആശങ്കപ്പെടുന്നതും പറയുകയൊക്കെ ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് സൃഷ്ടിയെക്കുറിച്ച് തന്നെ മാത്രമാണെന്ന് വിചാരിക്കുക. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ ആ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മളിപ്പോൾ വായിക്കും. അങ്ങനെ ആകാശത്തെ ഇരുളിനെ വെളിച്ചത്തിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ചു, ആകാശം മുകളിലാക്കി, എന്നിട്ട് ജലത്തിന്റെ മുകളിൽ ഒരു ഭൂമിയെ സൃഷ്ടിച്ചു, കരയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ നമ്മൾ വായിക്കും. എന്നാൽ ഈ പള്ളിക്കൂടത്തിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അവര് പഠിക്കുന്നത് വേറൊരു വിധത്തിലാണ്. അവര് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ധാരാളം ഉൽപ്പത്തി തിയറികളുണ്ട്. അതിന് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ചിലത് ബിഗ് ബാങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും എവല്യൂഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. ബിഗ് ബാങ് ഒരു വലിയ മാസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് പൊട്ടിത്തെറിക്കുകയും ആ പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായി പ്രപഞ്ചത്തിലേക്ക് അങ്ങ് അതിന്റെ ശൂന്യതയിലേക്ക് അങ്ങ് ചെതറുകയും പിന്നീട് അവ കാലക്രമത്തിൽ രൂപം പ്രാപിച്ച് ഗോളങ്ങളും ചിലത് കത്തുന്ന തീപ്പന്തങ്ങൾ പോലെയുള്ള നക്ഷത്രങ്ങളും ഒക്കെയായി മാറുകയും ചെയ്തു. പിന്നീട് ഇതിന്റെ ചലനത്തിന്റെ ഘട്ടത്തിൽ പൊടികളൊക്കെ അതിനോട് പറ്റിച്ചേർന്ന് ചിലതൊക്കെ ഗോളരൂപങ്ങളിലായി മാറി, അവയിൽ അന്തരീക്ഷം ഉണ്ടായി, അങ്ങനെ അങ്ങ് വികസിച്ചു എന്ന് അവര് സയൻസ് പുസ്തകത്തിലൊക്കെ പഠിക്കും. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി എന്താ പറയാ ബേസിക് ആയിട്ടുള്ള തെളിവുകളും അവതരിപ്പിക്കും. ബേസിക് ആയിട്ടുള്ള തെളിവുകൾ ഞാൻ പറയാൻ കാരണം ഇതൊരിക്കലും പ്രോപ്പറായിട്ട് തെളിയിക്കാൻ കഴിയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവയെ തിയറി എന്ന് തന്നെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധ്യതയെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു സയന്റിസ്റ്റും ഈ ഉദാഹരണത്തിന് ബിഗ് ബാങ് അത് കണ്ടുപിടിച്ച ഒരു കത്തോലിക്ക പുരോഹിതനാണ്, ബെൽജിയം പ്രീസ്റ്റാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഇവരാരും ഒരിക്കലും ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ആധികാരികമായി സംസാരിക്കുന്നുമില്ല. ഇങ്ങനെയാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ആ സാധ്യതയ്ക്ക് അവരെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ അവരെ അതിനെ സാധൂകരിക്കുന്ന കുറച്ച് കാരണങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ട് താനും. ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. വികസിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ റിവൈൻഡ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ചേരുമല്ലോ എന്നതാണ് അതിന്റെ സങ്കല്പം. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് വികസിച്ചു തുടങ്ങിയതാണെന്ന് പറയാനുള്ള ഒരു തെളിവ് നമ്മുടെ ഇല്ല. ഇപ്പോഴത്തെ സ്ഥിതി അനലൈസ് ചെയ്യുമ്പോൾ ഇത് അല്പാൽപമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കറിയാവുന്നത്. അത് വെച്ച് ബാക്കി നമ്മൾ പ്രസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വികസിക്കൽ റിവൈൻഡ് ചെയ്യുന്ന ചുരുക്കത്തിലേക്ക് വന്നാൽ അതൊരു സ്ഥലത്ത് നിന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറിച്ച് കുറച്ചങ്ങ് ചുരുങ്ങിയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് തെളിയിക്കാനൊന്നും ആർക്കും പറ്റില്ല. കാരണം ഇത് മുഴുവൻ ആദ്യാവസാനം കണ്ടവരില്ല, അത് രേഖപ്പെടുത്തപ്പെടുന്നില്ല, ഇത് മാറിയെന്ന് കണ്ടവരോ അനുഭവിച്ചവരാരുമില്ല. അങ്ങനെ അതുകൊണ്ട് ഇത് ഇങ്ങനെ ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ബില്യൺസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റാത്ത പോലത്തെ കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് മനുഷ്യോൽപ്പത്തിക്കും പ്രപഞ്ചോൽപ്പത്തിക്കും ഒക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിനെ ആ അർത്ഥത്തിൽ തെളിയിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം ഓർക്കണം. സയൻസ് എന്ന് പറയുന്ന ആളോട് ആദ്യം പറയേണ്ട കാര്യം ഇതൊരു സങ്കല്പമാണ്, അതൊരു സങ്കല്പമാണ്, ഇങ്ങനെ ആയിരിക്കാനുള്ള ഇടയുണ്ടല്ലോ എന്ന് പറയുക എന്ന് മാത്രമാണ് സയൻസ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും വേറെ ചോദ്യമുണ്ട്, ധാരാളം ചോദ്യങ്ങൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയാകാനുള്ള കാരണം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇവർ മനസ്സിലാക്കുന്നത് പോലെ ഇങ്ങനെ പ്രപഞ്ചം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു, അങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ചെതറി, ചിലത് നക്ഷത്രങ്ങൾ പോലെയൊക്കെ ആയി, ഈ ഭൂമി പോലെ പൊടികൾ അതിനെ കൂടി ചേർന്ന് അങ്ങനെ ഉണ്ടായിത്തീർന്നു. പിന്നെ അതിന് പുറത്തൊരു ആവരണം ഉണ്ടായി, ഒരു അന്തരീക്ഷത്തിന്റെ ആവരണം ഉണ്ടായി, അതിനകത്ത് ജീവൻ ഉണ്ടായി തുടങ്ങി. ആ ജീവൻ ഇങ്ങനെ പുരോഗമിക്കാൻ തുടങ്ങി. ജീവൻ ഇങ്ങനെ ആദ്യം കടലിൽ രേഖകോശമായിട്ട് ആരംഭിച്ചു, പിന്നീട് കൂടുതൽ സെൽസ് ഉണ്ടായി, അങ്ങനെ വികസിച്ചു. പിന്നീട് ഭൂമിയുടെ ചരിത്രത്തിന്റെ ഘട്ടത്തിൽ ഈ ജീവന് തന്നെ പലതരം രൂപഭാവങ്ങൾ ഉണ്ടായി. അങ്ങനെ വളർന്ന് അവസാനം നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യനുണ്ടായി എന്ന് വളരെ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് എടുത്താ പൊങ്ങാത്ത ചോദ്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു കാര്യം യാദൃശ്ചികമായി ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് വളർന്ന് അങ്ങനെ അങ്ങ് ആയിത്തീരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, മറ്റാരുടെയും പ്രചോദനമില്ലാതെ, മറ്റാരുടെയും ഇടപെടലില്ലാതെ ഒരു കാര്യം സ്വമേധയാ പരിഷ്കരിക്കപ്പെട്ട് ഇങ്ങനെ വരുന്നെങ്കിൽ അതെങ്ങനെ ഒരു നിയമത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്? പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ജീവനില്ലല്ലോ ഇങ്ങനെ ചലിക്കാനായിട്ട്.
പിന്നെ എങ്ങനെയാണ് ഈ അചേതനങ്ങളായ ജീവനില്ലാത്ത ഈ ഗ്രഹങ്ങളൊക്കെ ഇതുപോലെ രൂപപ്പെടുകയും എന്ന് പറഞ്ഞാൽ ചുമ്മാ കണ്ണി കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന കുറെ ക്യാവോസ് അല്ല. ക്യാവോസ് എന്ന് പറഞ്ഞാൽ കുറെ ഒരു എന്താ പറയാ രൂപരഹിതമായ എന്തെങ്കിലും ചുമ്മാ ഉണ്ടാവുന്നല്ല. കൃത്യമായ രൂപഭാവങ്ങളുള്ള ലക്ഷ്യമുള്ള സൗന്ദര്യമുള്ള അവ ഉണ്ടാകുന്നു, അതങ്ങനെ ഉണ്ടായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലത്തെ എടുത്താൽ മങ്ങാത്ത ചോദ്യം, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു ഡിസൈനിങ് ഇല്ലേ, ഒരു ഗോൾ ഇല്ലേ, ടെലിയോളജി എന്നതിനെ വിളിക്കാം, ഒരു ഗോൾ ഇല്ലേ, ഇതൊക്കെ എങ്ങനെ കൃത്യമായി ആ വിധത്തിൽ സംഭവിക്കുന്നു എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളുടെ ഒരു പരമ്പര ഉത്തരം നൽകപ്പെടാതെ ഇരിക്കും. ആ സമയത്ത് അതങ്ങനെ സംഭവിച്ചു, യാദൃശ്ചികമായി സംഭവിച്ചു, സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ സംഭവിച്ചു എന്ന് തുടങ്ങുന്ന മുടന്തൻ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സയന്റിഫിക് എക്സ്പ്ലനേഷൻസ് പതുക്കെ പിൻവാങ്ങും. ഇത് അവരുടെ ജോലിയാണ്. അവരത് ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല, അതിന് ഇകഴ്ത്തേണ്ട ആവശ്യവുമില്ല. അതവർ ചെയ്യേണ്ടതാണ്, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ചും നമ്മൾ അറിയേണ്ട രണ്ട് മേഖലകളുണ്ട്. ഒന്ന്, ഇതെങ്ങനെയാണ്, വാട്ട് വാസ് ദ ടെക്നോളജി ബിഹൈൻഡ് ഇറ്റ്? ദൈവം എങ്ങനെയാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? മണ്ണെടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് പൊത്തി ഉണ്ടാക്കുമായിരുന്നോ? അതോ ഒരച്ചെടുത്തിട്ട് അതിനകത്ത് മണ്ണ് കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കുമായിരുന്നോ? ഇനി മറ്റേതെങ്കിലും വിധത്തിലാണോ ഉണ്ടാക്കിയത് എന്ന് തുടങ്ങുന്ന ഹൗ എന്ന ചോദ്യം, ദ മെത്തേഡ് ഓഫ് ക്രിയേഷൻ, ഏത് വിധത്തിലാണ് സൃഷ്ടിച്ചത് എന്നതാണ് ഒരു ചോദ്യം. മറുവശത്തെ ചോദ്യം എന്താണെന്നറിയോ? ഓക്കെ, സൃഷ്ടിച്ചു, അതിനിപ്പോ എന്താ? ഇതുകൊണ്ട് ഇപ്പൊ എന്താണ്? ഈ ഞാൻ എന്തിനാണ്, നിങ്ങൾ എന്തിനാണ്, ഈ പ്രപഞ്ചം ഇപ്പൊ എന്തിനാ, ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിങ്ങനെ കുറെ നാളിങ്ങനെ പുല്ല് വളർന്ന് കരിഞ്ഞ് ഇങ്ങനെ ചുമ്മാ പോവുകയുള്ളൂ? ഇതിനൊക്കെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇത് ചുമ്മാ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിന്റെ അപ്പുറത്ത് വൈ ടു എക്സിസ്റ്റ് എന്ന് തുടങ്ങുന്ന ഒരു അർത്ഥം ഇതിനുണ്ടോ? എന്തുകൊണ്ട് ഇത് നിലനിൽക്കുന്നു? ഇങ്ങനെ അർത്ഥമുണ്ടോ എന്ന് തുടങ്ങുന്ന മറ്റൊരു ചോദ്യത്തിന്റെ ഏരിയ അവിടെ നിൽക്കുക. അഥവാ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് ഇതിന്റെ ഉള്ളർത്ഥം, ഈ സൃഷ്ടിക്കപ്പെട്ടവ എന്താണ്, സൃഷ്ടിച്ചവൻ ആരാണ്, ഇതിനൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് എന്ന് തുടങ്ങുന്ന മറ്റൊരു ചോദ്യം. ഇതിനകത്ത് എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, നിന്നെയും എന്നെയും എന്തിനായി സൃഷ്ടിച്ചു, നമ്മുടെ ദൗത്യം എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ മീനിങ് എന്താണ്, പ്രപഞ്ചത്തിലെ ബന്ധങ്ങൾ എന്താണ്, മനുഷ്യന് പ്രകൃതിയോടും പ്രകൃതിക്ക് മനുഷ്യനോടും മനുഷ്യന് തമ്മിലും ഒക്കെയുള്ള ബന്ധങ്ങളുടെ അർത്ഥം എന്താണ്, നമ്മളൊക്കെ പരസ്പരം കടപ്പെട്ടവരാണോ, നമുക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ, നമ്മൾ എന്തിനെങ്കിലും അനുസരിക്കേണ്ടതുണ്ടോ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം ജീവിക്കാമോ, എനിക്ക് നിയമങ്ങൾ നൽകപ്പെട്ടു എന്ന് തുടങ്ങുന്നവയൊക്കെ പരാമർശിക്കുന്ന ഒരു മേഖലയുണ്ട്. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേഖല. ഇനി മറുവശത്ത് മറ്റൊരു മേഖലയുണ്ട്, ഇതിപ്പോ എങ്ങനെയാണ് നിർമ്മിച്ചത്, അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, ഒരു വാച്ച്. ആർക്കും ഒരിക്കലും വാച്ച് കണ്ടിട്ടില്ലാത്ത മനുഷ്യന് ഈ ഭൂമിയിൽ കിടന്നൊരു വാച്ച് കിട്ടിയെന്ന് വിചാരിക്കും. ഒരിക്കലും വാച്ച് കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ, അവന് ഇതിങ്ങനെ നോക്കുമ്പോൾ ഞാൻ സൂചി കിടന്ന് കറങ്ങുന്നു, ഇതിപ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, വെറുതെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ചില്ലൂരിയെ കാറ്റ് കൊള്ളാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കാൻ പറ്റുന്ന പോലെ ഒരു സാധനം. ഇത് നമുക്കുണ്ടായിരിക്കുമ്പം രണ്ട് ഉത്തരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, ഇത് എന്തിനുള്ളതാണ്? രണ്ടാമത്തേത്, ഇതെങ്ങനെ ഉണ്ടാക്കി? നോക്കുക, ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ചോദ്യമല്ല. നമ്മൾ വിചാരിക്കുക അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യം, പക്ഷെ അത് ഏറ്റവും നിസ്സാരമായ ചോദ്യമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാൻ എന്താ പാട്? ഇത് അഴിച്ചു പണിത് നോക്കിയാൽ പോരെ? സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇത് തുറന്നു നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് ഇത് തുറന്ന് പരിശോധിച്ചാൽ, അതിൽ തന്നെ നോക്കിയാൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ പച്ചക്കറം കറങ്ങുന്നതുകൊണ്ടാണ് അത് കറങ്ങുന്നത്, ഇതിനെ പവർ ചെയ്യുന്നത് ഈ ബാറ്ററിയാണ്, ഓക്കെ അങ്ങനെയായിരുന്നു, അങ്ങനെ അവർ കണ്ടുപിടിക്കാൻ പറ്റും. മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവനെ പരിശോധിച്ചാൽ മതി. ഒരു മെഡിക്കൽ ലാബിനകത്ത് ഇത് കീറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നും ഈ ശ്വാസം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും ഒക്കെ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഇതിന് പ്രത്യേകിച്ച് ദൈവം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ദൈവം വന്ന് പറയേണ്ട ആവശ്യമില്ല. അതും കൂടെ ദൈവം എഴുതിയിട്ടുണ്ട് എവിടെ? മനുഷ്യന്റെ ബുദ്ധിയിൽ. അതുകൂടെ വായിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സയൻസിന്റെ എക്സ്പ്ലോറേഷന്റെ ഏരിയ ബേസാണ്, നിസ്സാരമായ മേഖലയാണ്. ഇത് എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന നിസ്സാരമായ ഒരു ഏരിയയിലാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. അത് ചുമ്മാ അഴിച്ചു നോക്കിയാൽ ആർക്കും കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് അത്. മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച്, DNA സ്ട്രക്ചറിനെ കുറിച്ച്, ക്രോമസോംസിനെ കുറിച്ച് ഇതൊന്നും നമുക്ക് പണ്ടറിയില്ലായിരുന്നുള്ളത് ശരിയാണ്. നമ്മൾ കൂടുതൽ അതിനകത്തേക്ക് നോക്കിയപ്പോൾ ഇതിനകത്തേക്ക് തന്നെ നോക്കിയത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്നു. പണ്ട് ആളുകൾക്ക് ഇത് എവിടെന്നായി വെളിച്ചം വരുന്നത്, പിന്നീട് ആളുകൾക്കറിയാം ഇതിനകത്ത് പ്രധാനമായി ഹീലിയം കിടന്ന് കത്തുവാണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ, എങ്ങനെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കാൻ അതിന്റെ മുകളിൽ ഒരു ദൈവത്തിന്റെ ആവശ്യം പോലും ഇല്ല. എന്ന് വെച്ചാൽ ദൈവം താൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിനക്ക് തന്നെ കണ്ടെത്താവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് വായിക്കാനുള്ള ലിപി, അത് വായിക്കാനുള്ള പുസ്തകവും അത് കാണാനുള്ള കണ്ണും നമുക്ക് തന്നെ നേരത്തെ തന്നിട്ടുണ്ട്.
അപ്പൊ അത് വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സൃഷ്ടിയെ വായിക്കാൻ ശ്രമിക്കുന്നവരാണ് ശാസ്ത്രജ്ഞന്മാർ. അവർ സത്യത്തിൽ ചെയ്യുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ റീഡ് ഔട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ ജോലി. അത് ആർക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആർക്കും അത് ചെയ്യാൻ സാധിക്കും. എന്നാൽ മറുവശത്തൊരു കാര്യമുണ്ട്. ഈ വാച്ച് എന്തിനുള്ളതാണ് എന്നറിയുക എന്ന് പറയുന്ന കാര്യം. ലോകത്ത് സമയത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത മനുഷ്യന് എങ്ങനെ അതറിയാൻ പറ്റും? അപ്പോഴാണ് സമയം എന്നൊരു കാര്യമുണ്ട്. അതിനെ അളക്കുന്നത് ഇങ്ങനെയാണ്. അത് അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികളാണിത്. ചെറിയ സൂചി മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്, അതിനുമുമ്പ് മിനിറ്റിനെയാണ് എന്നൊക്കെ തുടങ്ങുന്ന കാര്യം. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്, ഇതിന്റെ ഉപയോഗം എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് പറയേണ്ടത് ദൈവമാണ്. സൃഷ്ടിച്ചവനാണ് അത് എന്തിനുള്ളതാണ് എന്ന് പറയാൻ പറ്റുക. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റും. സയൻസിന് ഇത് എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ ഒരു പാടുമില്ല, അത് നമുക്ക് പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാർ അല്ലെ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർക്കണം. ഇതെങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാളും വലിയ ചോദ്യം നിലനിൽക്കുകയാണ്: എന്തിന് സൃഷ്ടിച്ചു, എന്താണ് അതിന്റെ അർത്ഥം? അത് പറയാൻ ശാസ്ത്രം എളിമയോടുകൂടെ ഈ പഠിക്കാനുള്ള ബുദ്ധിയും കൂടെ തന്ന ഇതിനെ സകലതിനെയും സൃഷ്ടിച്ച ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം. അങ്ങനെ ഉയർത്തുന്ന മനുഷ്യനോട് നിന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് പറയുന്ന വിശുദ്ധഗ്രന്ഥ ഭാഗമാണ് ഈ പറയുന്ന ആദ്യത്തെ 11 അധ്യായങ്ങൾ. അവിടുത്തെ പരാമർശം ഒരിക്കലും എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയലല്ല, പകരം എന്തിനായി സൃഷ്ടിച്ചു എന്ന് പറയലാണ്. അതുകൊണ്ട് ഈ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് വായിക്കുമ്പം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. പകരം ആ വിവരണത്തിലൂടെ വെളിവാകുന്ന പർപ്പസ്, ആ വിവരണത്തിന്റെ ഉള്ളിലുള്ള ആന്തരികാർത്ഥം അതെന്താണ് എന്ന് കണ്ടെത്തുകയാണ്. അപ്പൊ അങ്ങനെയാണ് എന്തിനാണ് ഈ 1-ാം ദിവസം ഇങ്ങനെ സൃഷ്ടിച്ചു, 2-ാം ദിവസം അങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത്? അത് സുന്ദരമായ ഒരു പാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ അതിവിശിഷ്ടമായ ഒരു പാനീയം, ഒരു തേനൊക്കെയാന്ന് വിചാരിച്ചു, അതിനെ നമുക്കൊരു നല്ല പാത്രത്തിൽ തരുന്നു. എങ്ങനെയും തരാം, തേനാണല്ലോ പ്രധാനപ്പെട്ടത്. പാത്രം ആരും തിന്നാറില്ല, ആ തേനാണ് അവർ കുടിക്കാൻ പോകുന്നത്. അപ്പൊ തേൻ തരുന്ന പാത്രം അതൊരു ഗ്ലാസ്സിനകത്തായാലും സ്വർണ്ണത്തലികയിലായാലും നമുക്കൊരു പോലെയാണ്, നമുക്ക് കുടിക്കേണ്ടത് തേനാണ്. എന്നാൽ ഒരു അതിവിശിഷ്ടമായ ഒരു ഒക്കേഷനിൽ ഒരു രാജാവിന്റെ സദസ്സിൽ വെച്ച് ഒരു സ്വർണ്ണത്തളികയിൽ, ഒരു സ്വർണ്ണ പാത്രത്തിൽ ആ തേൻ കൊടുക്കുന്നത് ഭയങ്കര അർത്ഥപൂർണമാണ്. അത് അതിന്റെ മാറ്റുകൂട്ടും എന്നതുപോലെ ഇതിനകത്ത് കൊടുക്കുന്ന തേനിന്റെ മാറ്റുകൂട്ടുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ ഈ ദൈവശാസ്ത്ര രഹസ്യത്തിന്റെ മാറ്റുകൂട്ടുന്ന വിധത്തിലാണ് അതിന്റെ വിവരണം നൽകപ്പെടുന്നത്, അതിന്റെ ചരിത്രത്തെ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ചരിത്രത്തിന്റെ പരാമർശങ്ങൾക്ക് അർത്ഥമില്ല എന്ന് കരുതരുത്. അതൊക്കെ റിച്ച് ഇൻ മീനിങ് ആണ്, അർത്ഥം കൊണ്ട് സമ്പുഷ്ടമാണ്. ആ സമ്പുഷ്ടമായ അർത്ഥത്തിലേക്കാണ് നമ്മൾ ഇനി തുടർന്ന് നോക്കാൻ പോകുന്നത്. ചെറിയൊരു ഉദാഹരണം പറയപ്പെടുമ്പോൾ അത് സമയമായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ ഈ ആദിയിൽ എന്ന വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദിയിൽ എന്ത് സംഭവിച്ചു? അബ്രാഹാം മുതൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പുള്ള ആദിയിൽ എന്ത് സംഭവിച്ചു? നമ്മളൊക്കെ ഇങ്ങനെയായത്? എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, എന്തൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ ശാസ്ത്രീയ ഉത്തരമല്ല പറയുന്നത്, അതിന്റെ ദൈവാത്മക ഉത്തരമാണ് പറയുന്നത്, ദൈവശാസ്ത്ര ഉത്തരമാണ് പറയുന്നത്, അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഉത്തരമാണ് പറയുന്നത്, അതിന്റെ മീനിങ്ങിനെ കുറിച്ചും വാല്യൂവിനെ കുറിച്ചുള്ള ഉത്തരമാണ് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കും. അതിന്റെ അർത്ഥത്തെക്കുറിച്ച്, അതിന്റെ മഹത്വത്തെക്കുറിച്ച് ഒക്കെയുള്ള ഉത്തരമാണ് പറയുന്നത്. ഇനിയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധാപൂർവ്വം വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ അടിസ്ഥാനമാണ് അവന്റെ മുകളിലും അവന്റെ താഴ്ത്തും. ഇതിനെ നടുക്കാണ് നിൽക്കുന്നത്. മുകളിലേക്ക് അവൻ മുതൽ അങ്ങ് മുകളിലേക്ക് ആകാശം, അവന്റെ താഴ്ത്ത് ഭൂമി, അവൻ ചവിട്ടി നിൽക്കുന്ന ഭൂമി. ഇത് രണ്ടുമാണ് അവന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ അതിന് പിന്നാലെ ഉണ്ടാകുന്നതാണ്. വിശുദ്ധഗ്രന്ഥം ആരംഭിക്കുകയാണ്: ദൈവം ആദിയിൽ ഇത് സൃഷ്ടിച്ചു. ആദിയിൽ ഭൂമിയും ആകാശവും സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല, ദൈവം സൃഷ്ടിച്ചു ആദിയിൽ ആകാശത്തെയും ഭൂമിയെയും എന്നാണ്. ഈ ആകാശവും ഈ ഭൂമിയും, ആകാശവും ഭൂമിയും ആയിരിക്കുന്നതിന്റെ കാരണമാണ് ഇവിടുത്തെ വിഷയം. ആ കാരണം ദൈവമാണ് എന്നാണ് ആദ്യത്തെ വാചകത്തിന്റെ അർത്ഥം. ഇതിന്റെ കാരണം ദൈവമാണ്, സൃഷ്ടിച്ചത് ദൈവമാണ്. ഇത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അതിന്റെ ഫോക്കസ് നേരിട്ട് ആര് സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ്. ദൈവമാണ് സൃഷ്ടിച്ചത്. അതെപ്പോഴാണ് സൃഷ്ടിച്ചത്? ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിച്ചു. ഇനി അതിനൊത്തിരി കാര്യം നമ്മൾ നോക്കിയാണ്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായി. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. കാവോസ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൃഷ്ടികരണത്തിന്റെ ആരംഭത്തിലുള്ള ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചായ്ഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ എന്താ പറയാ,
ഒരു ഇങ്ങനെ അഴകൊഴാന്ന് കിടക്കുന്ന ഒരു കളിമണ്ണ്, ഒരു രൂപമില്ലാതെ കിടന്ന കളിമണ്ണ്, അതിനെ രൂപപ്പെടുത്തി എന്ന് പറയുന്നത് പോലെയാണ് അത്. ഔട്ട് ഓഫ് കാവോസ്, ഒരു നിയമമില്ലാത്ത, നിയന്ത്രണമില്ലാത്ത, രൂപമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു എന്നാണ്. ഈ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ഒരു രൂപവും ഇല്ലാത്ത ഒരു ഭൂമി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ, അപ്പൊ അതിന്റെ ഉള്ളർത്ഥം എന്താണ്? ഇതെന്ത് വെച്ച് എന്ത് സൃഷ്ടിച്ചു എന്ന് പറയൽ പോലും അല്ല. ഒരു രൂപരാഹിത്യത്തിൽ നിന്ന് രൂപം കൊടുക്കുന്ന ഒരുവനെ കുറിച്ച് പറയുന്നതാണ്. രൂപം കൊടുക്കുന്നവൻ, അതിന്റെ മെറ്റീരിയൽ അല്ല പ്രധാനപ്പെട്ടത്, അതിന് രൂപം കൊടുത്തവനാണ് പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു 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 സ്വർണ്ണ പ്രതിമ നമ്മുടെ അടുത്തിരിക്കുന്നു വിചാരിച്ചു. സ്വർണ്ണ പ്രതിമ ഇരിക്കുന്നു. ഈ സ്വർണ്ണ പ്രതിമ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് സ്വർണ്ണത്തരികളാണ്. സ്വർണ്ണത്തരികൾ ഇങ്ങനെ ഒരു ചാക്ക് സ്വർണ്ണത്തരി അവിടെ കൂട്ടിയിട്ടാലും അതിന് രൂപമൊന്നുമില്ല, അതിന് വേറെ സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനെ ഉപയോഗിച്ച് ഒരു 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 മാലാഖയുടെ, ഒരു രാജകുമാരിയുടെ രൂപം ഉണ്ടാക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവന്റെ രൂപം ഉണ്ടാക്കുന്നു എന്ന് കരുതുക. പിന്നെ അതിന്റെ അർത്ഥം മാറി. പിന്നെ അത് വെറും സ്വർണ്ണത്തരികളല്ല, സ്വർണമാണെങ്കിൽ പോലും അത്രയും വിലയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. പിന്നെ അത് വെറും തരികളല്ല, പിന്നെ അതിനൊരു രൂപം ഉണ്ടായിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ സ്വർണത്തിന്റെ തരികൾ ആര് നിർമ്മിച്ചു എന്ന് ആരും ചോദിക്കില്ല. ചോദിക്കുന്നത് എന്താണ്? ഈ ശില്പം ആരുടെയാണ് എന്നാണ് ചോദിക്കുക. കുറച്ച് ചായം അതിങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ ഡാവിഞ്ചി ഒരു പെയിന്റിങ് ചെയ്ത് കഴിയുമ്പം പിന്നെ ഈ ചായം ആരാ ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യമില്ല. ഈ ചായ ഏത് കമ്പനിയുടെയാണ്, ഏത് കടയിൽ നിന്ന് മേടിച്ചതെന്ന് സാധാരണക്കാരാൻ ചോദിക്കുക. ഒരു ആർട്ടിസ്റ്റ് ചോദിക്കുമായിരിക്കും ഇത് വരയ്ക്കാനായിട്ട് ഈ ചായ അവിടെ കിട്ടുമെന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെ ലോകം ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ ചായം എവിടുന്ന് വന്നു എന്നതിനെ കുറിച്ചല്ല. ഇതാരാണ് ഈ ചായത്തെ ഇതുപോലെ രൂപപ്പെടുത്തി ഇത്ര മിഴുവാർന്ന ചിത്രമാക്കി മാറ്റിയത് എന്നാണ് ഇതിന്റെ ചോദ്യം. അതുപോലെ രൂപരഹിതമായ ചിലവയെ ഉപയോഗിച്ച് ദൈവം രൂപപ്പെടുത്തി എന്നാണ്. ഇനി ഇതിന്റെ ഉള്ളർത്ഥം എന്താണെന്നറിയാമോ? ഈ രൂപപ്പെടുത്തുന്ന ആളുടെ ഉള്ളിലാണ് പ്ലാനിങ് ഉള്ളത്, വിഷൻ ഉള്ളത്, ഉദ്ദേശമുള്ളത്, ലക്ഷ്യമുള്ളത്. പ്ലാൻ ചെയ്യുന്ന ആളുടെ ഉള്ളിലാണ്. അല്ലാണ്ട് ഈ സ്വർണ്ണത്തരികൾ കൂട്ടിയിട്ടിരുന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു കൂട്ടം കളിമണ്ണിന്റെ തരികൾ ഇങ്ങനെ കൂട്ടിയിട്ടെന്ന് വിചാരിച്ച് അതിനകത്തൊരു രൂപവുമില്ല, അതിന് സ്വന്തമായിട്ടൊരു ലക്ഷ്യമില്ല, അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല, അത് അതിൽ തന്നെ മൂല്യമുള്ളതുമല്ല, എന്ന് നമുക്കറിയാം. എന്നാൽ അതിന് മൂല്യമുണ്ടാകുന്ന എപ്പോഴാണ്? അതിനകത്ത് സൃഷ്ടാവിന്റെ ലക്ഷ്യം നടക്കുമ്പോഴാണ്. സൃഷ്ടാവ്, ഈ സൃഷ്ടിക്കുന്ന ശില്പി അല്ലെങ്കിൽ സൃഷ്ടാവ് അതിനെ രൂപപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതിന് വിലയുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അർത്ഥം ആ പ്രപഞ്ചത്തിന്റെ മെറ്റീരിയലല്ല, പകരം അത് രൂപപ്പെടുത്തിയവന്റെ ഹൃദയത്തിലാണ് അതിന്റെ മഹത്വം എന്നാണ് അതിന്റെ ആദ്യ അർത്ഥം. അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്തും മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്തും ഈ ഉള്ളർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കണം. ഇത്ര നേരം പറഞ്ഞു വന്നതിന്റെ നക്ഷലാണത്. ഇവിടെ കിടക്കുന്ന രൂപരഹിതവും ശൂന്യമായി കിടക്കുന്ന ഈ ഭൂമി അതിൽ തന്നെ വിലയുള്ളതല്ല, അത് വെറും പൊടിപടലങ്ങളുടെ ഒരു കൂമ്പാരം. പക്ഷേ അതിനെ രൂപപ്പെടുത്തിയവന്റെ മഹത്വമാണ് അതിൽ പ്രകാശിക്കുന്നത്. അപ്പോൾ മുതലാണ് അതിന് വിലയുണ്ടാകുന്നത്, അപ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. ചുമ്മാ കൂടിക്കിടക്കുന്ന കുറച്ച് കളിമണ്ണിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ആളുകൾ അതൊക്കെ ചവിട്ടുകയുള്ളൂ. എന്നാൽ ആ കളിമണ്ണ് വാരി കുഴച്ചെടുത്തിട്ട് ഒരു ശില്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ശില്പം വലിയ വില കൊടുത്തു വാങ്ങാനായിട്ട് ആളുകൾ വരും. എന്തിനനുസരിച്ച്? ശില്പിയുടെ പേരിനനുസരിച്ച്. നമുക്കറിയാവുന്ന വളരെ പ്രസിദ്ധരായ ശില്പികൾ, അവരുടെ ചില പെയിന്റിങ്ങുകൾ, മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിങ്, ആ പെയിന്റിങ് എത്ര കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലം വെച്ച് കടന്നു പോകുമെന്ന് നമുക്കറിയാം. അതിനകത്തുള്ള പെയിന്റ് തന്നെയായിരിക്കും മറ്റൊരു പെയിന്റിങ്ങിന് ഉപയോഗിച്ചത്. പക്ഷെ അത് വരച്ചവന്റെ പേര് ആ പെയിന്റിങ്ങിന്റെ മൂല്യമാണ്, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്താ പറയാ, ഒരു ഓതറെ നോക്കിയിട്ട് പുസ്തകം വായിക്കാൻ പോകും, ഒരു ശില്പിയെ നോക്കിയിട്ട് ആ ശില്പം, ഇത് ഡാവിഞ്ചിയുടെ ശില്പമാണ്, മൈക്കലാഞ്ചലോയുടെ ശില്പമാണത് എന്നൊക്കെ പറയുന്നത് കാരണം അതാണ്. അപ്പൊ ആ വ്യക്തിയുടെ വിലയാണ് ആ റോ മെറ്റീരിയലിന്റെ രൂപത്തിന്റെ വിലയായി മാറുന്നത്. ഇതാണ് ആദ്യ വാചകത്തിന്റെ അർത്ഥം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. ശൂന്യം എന്ന് പറയാൻ അതിലൊന്നും ഇല്ലായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അത് മാത്രമല്ല അതിന്റെ അർത്ഥം, അതിന് പ്രത്യേക മഹത്വമോ മൂല്യമോ ഒന്നുമില്ലാത്ത ഒരു എംറ്റിനെസ് അതിനകത്തുണ്ടായിരുന്നു. അതായത് ദൈവത്തിന്റെ, സൃഷ്ടാവിന്റെ കരം പതിയുന്നത് വരെ, അവന്റെ ഇടപെടൽ വരെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അർത്ഥശൂന്യമാണ് എന്നർത്ഥം. ഇന്നും അങ്ങനെ തന്നെയാണ്. സൃഷ്ടാവിന്റെ ഇടപെടൽ ഉണ്ടാകാത്തിടത്തോളം കാലം ഈ ഭൂമിയിലുള്ളവയ്ക്ക് ഒന്നിനും വിലയുണ്ടാവുകയില്ല. എന്ന് പറയാൻ സൃഷ്ടാവിനോട് ബന്ധമില്ലാത്ത ആളുകളാണ് ഇവിടെയുള്ള മനുഷ്യരെന്ന് വിചാരിക്കുക. വെറും ജീവികൾ. ചുമ്മാ ഒരു ദിവസം ജനിച്ച് കുറെ വളർന്ന് ഭക്ഷിച്ച് അധ്വാനിച്ച്
ചുമ്മാ മലയാളത്തിൽ പറഞ്ഞ ചത്തുപോകുന്ന ജീവികളാണ്. എന്നാൽ സൃഷ്ടാവിന്റെ ഇടപെടൽ അതിനകത്തുണ്ടാകുമ്പോൾ മഹത്വമുള്ള മനുഷ്യനുണ്ടാകും. അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, അവന്റെ ഭാവിക്ക് ഭാഗധേയമുണ്ടാകും, അവനൊരു ലക്ഷ്യമുണ്ടാകും, അവനൊരു പൂർണ്ണതയുണ്ടാകും, സ്വർഗമെന്ന് പറയുന്ന ലക്ഷ്യമുണ്ടാകും. അങ്ങനെ അങ്ങ് വികസിച്ചു പോകും. ഇതില്ലെങ്കിലോ ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ നോക്കിയേ, സൃഷ്ടി വിവരണം മുഴുവനും സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ സൃഷ്ടിച്ചവനെ കുറിച്ച് പറയുന്നതാണ്. സൃഷ്ടാവിനെ കുറിച്ചുള്ള പരാമർശമാണ് ഇത് മുഴുവനും. സൃഷ്ടിച്ച വസ്തുക്കളെ കുറിച്ച് പറയുന്നതിനേക്കാൾ അതുകൊണ്ട് സൃഷ്ടിച്ച വസ്തുവിനെ കുറിച്ചുള്ള പഠനം സയൻസിന്റെയാണ്. അതിനെ കൊണ്ട് ഇതിനകത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് അത് തേടിയിട്ട് കാര്യമില്ല. ഇത്രയും ശ്രേഷ്ഠമായ ഒരു പോയിട്രിക്കകത്ത് മാത്തമാറ്റിക്സ് പഠിക്കാൻ ഒരാൾ വരുന്ന പോലെ ഇരിക്കും. അതിൽ തന്നെ അർത്ഥം ഉണ്ടാവില്ല. അതേസമയം ഇതിന്റെ അർത്ഥം സംഭവിക്കുന്നത്, അർത്ഥം റിച്ചായിട്ടിരിക്കുന്നത് അതിന്റെ സൃഷ്ടാവിനോട് ബന്ധപ്പെടുമ്പോഴാണ്. എന്നിട്ട് രൂപരഹിതവും ശൂന്യമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നോക്കുക, ഒരു പ്രത്യേക ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ അവതരിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ്? രൂപരഹിതവും ശൂന്യമായിരുന്ന ഭൂമി, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, പ്രകാശമില്ലായ്മ, ഒരു മീനിങ്ലെസ്നെസ് അതിങ്ങനെ വ്യാപിച്ചിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ എന്തും സംഭവിച്ചു? ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാലോ, ഈ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിന്റെ കാഴ്ചപ്പാടിൽ പോലും സകലത്തിന്റെയും ഉൽപ്പത്തി ജലമാണ് എന്ന് ഇന്നും സയന്റിസ്റ്റുകൾ വിചാരിക്കാറുണ്ട്. ജീവന്റെ ഉത്ഭവം ജലത്തിൽ നിന്നാണ് എന്ന്. അതുപോലെ പ്രപഞ്ചം തന്നെയും ഭൂമി പോലും ഭൂമിയായി തീരുന്നത് ജലത്താലാണ് എന്ന്, ജലമായിരുന്നു ഭൂമി മുഴുവനുമെന്ന്, അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയാ ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററികൾ ഇന്ന് പ്രബലമാണ്. അങ്ങനത്തെ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും എന്തുമാത്രം കറസ്പോണ്ട് ചെയ്യുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നോക്കുക. ജലത്തിന്റെ പ്രാമുഖ്യത്തെക്കുറിച്ച്. ജലം അതിങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ബ്രൂഡഡ് ഓവർ എന്ന ദൈവത്തിന്റെ ചൈതന്യം ഇങ്ങനെ പൊരുന്നിറങ്ങി. എന്താണ് അതിന്റെ ഉള്ളർത്ഥം? അതിന്റെ ഉള്ളർത്ഥം അന്നും അത് വായിച്ചവർക്കും പഴയ നിയമ കാലഘട്ടത്തിലും വ്യക്തമല്ല. പക്ഷെ പിന്നീട് മിശിഹായിലൂടെ ദൈവം ത്രിത്വമാണ് എന്ന് വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ അരൂപിയെക്കുറിച്ചുള്ള വ്യക്തമായ പ്രബോധനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഇന്ന് നമുക്ക് പുറകോട്ട് ചിന്തിച്ചാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ കൂട്ടായ്മ, അവിടുത്തെ പരിശുദ്ധാത്മാവ്, അവിടുത്തെ കരമാകുന്ന പരിശുദ്ധാത്മാവ്, സൃഷ്ടാവിന്റെ ആൾരൂപമാകുന്ന മിശിഹ, ത്രിത്വത്തിന്റെ സാന്നിധ്യം ഈ പരാമർശങ്ങൾക്കകത്ത് നിഴൽ പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിന്റെ നിഴൽ കിടക്കുന്നു എന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമത്തിന്റെ നിഴലാണ്. അതായത് പുതിയ നിയമത്തിന്റെ നിഴലിന്റെ പ്രത്യേകത എന്താ? രൂപമില്ല, ഒരു ചെറിയൊരു ഷേപ്പ് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരാൾ വ്യക്തമല്ല എന്നതുപോലെ അവ്യക്തമായി പുതിയ നിയമത്തിന്റെ സത്യങ്ങൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദൈവം ആരംഭിക്കുകയാണ്. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. ഞാൻ ഈ പുറകിൽ നിന്ന് അങ്ങ് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തേത് സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യഹൂദ പാരമ്പര്യമാണ്. അവരെ സംബന്ധിച്ച് അത് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന കലണ്ടർ പോലെ ലൂണാർ കലണ്ടറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ ലിറ്റർജിക്കൽ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ 6 മണി മുതൽ വൈകുന്നേരത്തെ 6 മണി വരെ അല്ല. ലിറ്റർജിക്കൽ ദിവസം സായാഹ്നത്തോടു കൂടിയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് റംശ പ്രാർത്ഥനയോട് കൂടിയാണ് പുതിയ ദിവസം ആരംഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈസ്റ്ററിന്റെ തലേദിവസത്തെ വൈകുന്നേരം അത് ഈസ്റ്റർ ദിവസമാണ്. വൈകുന്നേരം മുതൽ വൈകുന്നേരം വരെ എന്ന ക്രമമാണ് യഹൂദരെ സംബന്ധിച്ച് ഒരു ദിവസത്തിന്റെ കണക്കുകൂട്ടലിലുള്ളത്. അത് സ്വാഭാവികമായി അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും കലർന്നിരുന്നു. അത് സ്വാഭാവികമായും അതിൽ നിന്ന് തുടർന്ന് പൂർത്തീകരിക്കപ്പെട്ടു വരുന്ന സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലും, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾക്ക് ഇത് ഭയങ്കര ഗൗരവമുള്ളതാണ്. അതിനകത്തും ഈ ധാരണ അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാണ് സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം എന്ന് പറയുന്നത്. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം എന്ന് നമ്മൾ വായിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതിനകത്ത് ഈ
ഈ സൃഷ്ടിയുടെ ക്രമത്തിനകത്ത് ഒരു 5 ഘടകങ്ങൾ അതിനകത്ത് കിടക്കും. 5 ഘടകങ്ങൾ ഏതൊക്കെയാന്ന് എണ്ണി പറയാം. ഒന്നാമത്തേത് ഒരു വിജ്ഞാപനമാണ്, അതായത് ഒരു ഡിക്ലറേഷനാണ്. ദൈവം അരുൾ ചെയ്തു. ഭയങ്കര നാടകീയമാണത്. ദൈവം അരുൾ ചെയ്തു. അടുത്തത് എന്താണ്? അടുത്ത ഒരു കമാൻഡാണ്. എന്താണ് ഈ അരുൾ ചെയ്തത്? ചുമ്മാ ദൈവം അരുൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ആകാവോ എന്നൊന്നുമല്ല. ദാറ്റ്സ് എ കമാൻഡ്. കൽപ്പന കൊടുക്കുകയാണ്. ദൈവം അരുൾ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിലും കൊടുക്കുന്ന കൽപ്പനയാണ്. ഉണ്ടാകട്ടെ എന്ന കൽപ്പന ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇനി അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തേത് ഒരു 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 അറിയിപ്പാണ്, ദൈവം അരുൾ ചെയ്തു എന്ന് അറിയിക്കുന്നു. രണ്ടാമത് അരുൾ ചെയ്തത് എന്താണ്? കൽപ്പനയാണ്. കൽപ്പന എന്താണ് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവന. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്തു, അപ്പം ഉണ്ടായി. ഇനി അടുത്തത് നാലാമത്തേത് ഉണ്ടാകട്ടെ എന്ന് ദൈവം അരുൾ ചെയ്തു, ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്തു, ഉണ്ടായി. ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്തത് ഈ ഉണ്ടായത് എങ്ങനെയുണ്ട് എന്ന ചോദ്യമാണ്. വിലയിരുത്തലാണ്, ഇവാലുവേഷനാണ്, അസസ്മെന്റ് ആണ്. നല്ലതാണെന്ന് ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു. ഇനി അടുത്തത് ഒരു ടൈം റെഫറൻസ് ആണ്, കാലത്തിന്റെ സൂചികയാണ്. എപ്പോൾ എന്നാണ്? അന്ന് വൈകുന്നേരമായി, 1-ാം ദിവസമായി, അല്ലെ 2-ാം ദിവസമായി, 3-ാം ദിവസമായി. ഇങ്ങനെ ഒരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങളെ അവതരിപ്പിക്കുന്നത്. നോക്കുക, ഈ 1-ാമത്തെ ദിവസത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഏതാനും ചില പ്രത്യേകതകൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്താണ്? അത് ആകാശവും ഭൂമിയും എന്ന പ്രയോഗം തന്നെ എന്താ അർത്ഥം എന്നറിയാമോ? സകല സൃഷ്ട പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ആകാശവും ഇവിടെ കിടന്ന ഒരു ഭൂമി എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവനാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആകാശം എന്ന് പറയുമ്പോൾ അതിനകത്ത് നക്ഷത്രാദികളെല്ലാം ഉൾപ്പെടും. ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയും അതിലുള്ളവയെല്ലാം ഉൾപ്പെടും. എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റിയാണ് വിഷയം. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സമ്പൂർണമായ സൃഷ്ടിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ സൃഷ്ടിക്കപ്പെട്ടതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല എന്നാണ്. സയൻസിനെ സംബന്ധിച്ച് അവര് ഇതിന്റെ സൃഷ്ടാവിനെ അംഗീകരിക്കാൻ ആഗ്രഹിക്കാത്ത ശാസ്ത്രജ്ഞന്മാർ പറയും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളത് നമ്മളെ തെളിവാണ്. കാരണം നമ്മൾ കണ്ണു മുമ്പിൽ കാണാം, നമ്മളും ഉണ്ട്, അവയും ഉണ്ട്. പക്ഷേ ഉണ്ടായതെങ്ങനെ? അതിപ്പോ അങ്ങനെ അങ്ങുണ്ടായി, അതങ്ങ് സ്വയം ഉണ്ടായി, അല്ലെങ്കിൽ സാഹചര്യം വന്നപ്പോ തനിയെ അങ്ങുണ്ടായി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസനീയമല്ല. ഉദാഹരണത്തിന് ഈ ശാസ്ത്രജ്ഞന്മാര് പോലും ഒരു കാര്യം കേൾക്കുമ്പോൾ എന്നാര് പറഞ്ഞു? ഏത് സയന്റിസ്റ്റാ പറഞ്ഞത്? അയലോകത്തെ എന്താ പറയുക, തെങ്ങ് കയറാൻ വരുന്ന ലോനപ്പൻ ചേട്ടനാണോ പറഞ്ഞത്? ഐൻസ്റ്റീൻ ആണോ പറഞ്ഞത്? ഐൻസ്റ്റീൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കില്ലേ? എന്നതുപോലെ അതുപോലും ചോദിക്കുന്ന ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി അതങ്ങുണ്ടായി എന്ന് പറയുമ്പം കണ്ണുമടച്ചങ്ങ് വിഴുങ്ങാനിരുന്നാൽ മതിയോ? അതെങ്ങനെ ശരിയാവും? ചുമ്മാ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ലോകത്തിൽ ഒന്നും തനിയെ ഉണ്ടാകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം നിർമ്മിക്കുന്ന വഴിയാണ് ഉണ്ടാകുന്നത്. ഈ എന്ത് സംഭവിക്കുന്നതിന്റെ പുറകിൽ ഒരു കാരണമുണ്ടെന്ന് നമുക്കറിയാം. ഒരു അസുഖം വന്നാൽ ആശുപത്രി ചെല്ലുമ്പം അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കില്ലേ? അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു വ്യതിയാനം ഉണ്ടായി, അതിന്റെ കാരണം എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായി, അതിന്റെ കാരണം എന്താണ്? ഓക്കെ, അതിന്റെ കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ്, ഈ എന്താ പറയാ ചൂട് വർദ്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായി. അതിന് കാരണമുണ്ട്. ചൂട് വർദ്ധിക്കാൻ കാരണം എന്താണ്? അപ്പൊ പറയും മനുഷ്യന്റെ പ്രവൃത്തികളാണ് ഇതിന്റെ പുറകിലുള്ള കാരണം. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിന്റെ എല്ലാം പുറകിൽ ഒരു കാരണക്കാരനുണ്ട് എന്ന് തന്നെ ബോധ്യപ്പെടുന്ന ശാസ്ത്രലോകം ദൈവത്തെ ഒന്ന് തള്ളിപ്പറയാൻ വേണ്ടി മാത്രം അതിന്റെ പുറകിൽ കാരണമൊന്നുമില്ല എന്ന് പറയും. പുറകിൽ ഒരു കാരണവുമില്ലാത്തവയുടെ പ്രത്യേകത എന്നറിയോ? അങ്ങനെ ഉണ്ടാകുന്നതിന് ഒരു കാര്യവും ഉണ്ടാകത്തില്ല എന്നാണ്. ഒരു കാരണമില്ലാത്തതിന് ഒരു കാര്യമില്ല. ഒരു കാരണവും ഇല്ലാതെ ഏതാണ്ടുണ്ടായി, അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒരു കാര്യമില്ല. നോക്കുക, ഒരു കാരണവും ഇല്ലാതെയാണ് നമ്മളൊക്കെ ഉണ്ടായതെങ്കിൽ നമ്മളെ കൊണ്ടൊരു കാര്യവുമില്ല, നമുക്കൊരു കാര്യവുമില്ല. നോ വാല്യൂ, നോ വർത്ത്. അതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെയുള്ള മൂല്യം ഇതിന്റെ കാരണഭൂതനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ എന്ന് ശാസ്ത്ര വിദ്യാർത്ഥികൾ ആദ്യം ഓർക്കേണ്ടതുണ്ട്. അതിന് ഗൗരവമായിട്ട് ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചം ആകസ്മികമായി ഉണ്ടായതല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത്. പിടികിട്ടിയോ? അതായത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് സൃഷ്ടിച്ചതിന് ഒരു സൃഷ്ടാവുണ്ട്, ഒന്നും യാദൃശ്ചികമല്ല, ചുമ്മാ അങ്ങനെ ഉണ്ടായി വന്നു എന്നത് അത്രമാത്രം അന്ധന്മാർക്ക് മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ അങ്ങ് ഉണ്ടായി, എന്നാ പിന്നെ ചുമ്മാ എവിടെന്നെങ്കിലും ഉണ്ടാവട്ടെ, അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. എല്ലാത്തിനും കാരണമുണ്ടെന്ന് അറിയാവുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ചുമ്മാ അങ്ങ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്നത്? അപ്പൊ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ മനുഷ്യനോട് പറയുന്ന കാര്യം ഇതാണ്: നീ ഇത് സൃഷ്ടിച്ചവന്റെ സൃഷ്ടിയാണ്. നീ വെറുതെ അതിനെ മറന്നിട്ടുള്ള സർക്കസ് കളിക്കാൻ പോകരുത്.
അതിനെ മറന്നിട്ടുള്ള സർക്കസിന് പോകരുത്. നിനക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ അത് സൃഷ്ടിച്ചവൻ ആരാണെന്നൊരു തിരിച്ചറിവ് വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അടുത്ത് ഒരു പെയിന്റിങ് ഇരിക്കുന്നുണ്ട്, ഒരു മുറിയിൽ ഒരു പെയിന്റിങ് നടക്കുവാണ്. അങ്ങനെ ഇരിക്കെ ഇത് ആർക്കെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ച് പൊടിയും പിടിച്ച് ഒക്കെ ഇരിക്കുവാണ്. നമ്മൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ആളുകൾ വന്ന് നോക്കിട്ട് ഇതെന്നാ പടവാ, പിള്ളേരെ കണ്ട് വരച്ചാന്ന് തോന്നൂല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ചരിത്രകാരന്മാരൊക്കെ കൂടിയിട്ടൊക്കെ അങ്ങനെ കണ്ടുപിടിക്കോ, ഇതിന്റെ ഈ മേഖലയിൽ പഠനം നടത്തുന്നവരെ കൂടി കണ്ടുപിടിക്കുന്നത് ഇത് വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രമാണ്, ഇവരുടെ മിസ്സായി കിടന്നിരുന്നത് ഇതിവിടെ എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അതുവരെ പൊടിയും പിടിച്ച് ആർക്കും വേണ്ടാതെ 50 രൂപയ്ക്ക് ആക്രിക്കാരന് കൊടുക്കാൻ വെച്ചിരുന്ന ആ പടത്തിന്റെ മൂല്യം ആ സമയം മുതൽ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മറ്റ് പെയിന്റിങ്ങുകൾക്കൊപ്പമായിരിക്കും. അത് കോടിക്കണക്കിന് രൂപയാണ്. അങ്ങനെ മാറാനുള്ള കാരണം എന്താ? അത് വരച്ചവൻ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ പടത്തിന് വിലയുണ്ടാകുന്നത്. യാദൃശ്യമായി കുറച്ച് പെയിന്റ് മറിഞ്ഞു വീണപ്പോൾ ഒരു പടം ഉണ്ടായെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ കുറെ പെയിന്റ് ഡപ്പികൾ വെച്ചിട്ടുണ്ടായിരുന്നു, താഴത്തൊരു ക്യാൻവാസും വെച്ചിട്ടുണ്ടായിരുന്നു. കാറ്റടിച്ചപ്പോൾ മറിഞ്ഞു വീണ ഒരു പടം ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും അത് കാശ് കൊടുത്ത് മേടിക്കൂ? ഈ മാത്രം ബുദ്ധി ശൂന്യത നിങ്ങൾ ആരെങ്കിലും കാണിക്കൂ? യാദൃശ്ചികമായി ഉണ്ടായവയ്ക്ക് വിലയൊന്നുമില്ല. വിലയുണ്ടാകണമെങ്കിൽ അത് ആരുണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ അവൻ ആ മനുഷ്യന്റെ വിലയുള്ളൂ. എന്നാൽ ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ അതിന് ദൈവത്തിന്റെ വിലയുണ്ട് എന്നതാണ് ആദ്യത്തെ കാര്യം. ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളർത്ഥം എന്താണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവായ ദൈവത്തിന്റെ വിലയുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം. എന്ന് വെച്ചാൽ അതിനെ ആരും പുച്ഛിക്കരുത്, അതിനെ ആരും നിസ്സാരമായി കരുതരുത്, ആരും അതിനെ നശിപ്പിച്ചില്ലാതാക്കരുത്. കാരണം ഇവയുടെ മൂല്യം ദൈവത്തിന്റെ മൂല്യമാണ്. ഇനി രണ്ടാമത്, അവയ്ക്ക് മൂല്യമില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അതിന് വിലയിടാനും നമുക്ക് അവകാശമില്ല. കാരണം എന്താണ്? നിർമ്മിച്ചവനാണ് അതിന് വിലയിടുക. അല്ലാണ്ട് ചുമ്മാ ഒരാൾക്ക് വിലയിടാൻ പറ്റും? ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഒരു TV മേടിക്കാൻ ഞാൻ ചെല്ലുമ്പം എനിക്കിഷ്ടമുള്ള വില പറഞ്ഞാൽ മതിയോ? അയാൾ പറയും ഇതാ വില, ഞാൻ പറയാം 500 രൂപയ്ക്ക് TV തന്നെ, ഇത് ചുമ്മാ ഒരു ചില്ല് കഷ്ണവും സാധനമൊക്കെ അല്ലേ, ഇതിന് ഇതൊക്കെ മതി. അവർ സമ്മതിക്കുമോ? നിങ്ങൾ ആരായതിന് വില പറയാൻ എന്നവർ നമ്മളോട് ചോദിക്കും. അങ്ങനെയെങ്കിൽ സൃഷ്ടിച്ചവയുടെ വില അളക്കേണ്ടത് നമ്മളല്ല, സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ അഭിമാനമാണ്. അതിന് കുറവായി കാണരുത്. ഈ മണ്ടന്മാരായ ശാസ്ത്രജ്ഞന്മാര് അത് മാറ്റി നിർത്തുമ്പോഴാണ് ഇതിന് വിലയുണ്ടാകുന്നതെന്ന് വിചാരിക്കുകയാണ്. അല്ല, അത് സൃഷ്ടിച്ചതൊരു മനുഷ്യനല്ല, ഈ പ്രകൃതിയുടെ നാച്ചുറാലിറ്റി അല്ല, ഒരു എന്താ പറയാ യാദൃശ്ചികതയല്ല. യാദൃശ്ചികതയുടെ സൃഷ്ടി യാദൃശ്ചികം മാത്രമായിരിക്കും. ചുമ്മാ അങ്ങനത്തെ ഒരു യാദൃശ്ചികമല്ല മനുഷ്യൻ. അവന് വിലയുണ്ട് എന്ന അഭിമാന ബോധം തരുന്നത് സൃഷ്ടിച്ചവനെ കുറിച്ചുള്ള പരാമർശമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശാസ്ത്ര വിദ്യാർത്ഥികളായ ആളുകൾ നമ്മുടെ വിലയെക്കുറിച്ച് ഓർക്കാൻ സൃഷ്ടാവിനെ കുറിച്ച് പറയണം. ബാക്കി എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അനോണിമസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിനാണോ, സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരെഴുതിയ പുസ്തകത്തിനാണോ വിലയുള്ളത്? സ്വാഭാവികമായും അതിന് മുകളിൽ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരെഴുതിയ പുസ്തകത്തിനാണ് വിലയുള്ളത്. ഇനി സ്റ്റീഫൻ ഹോക്കിൻസ് ആരാന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഏതോ ഒരു ചേട്ടന്റെ പുസ്തകം എന്ന് വിചാരിക്കുമ്പോഴും വിലയില്ലാണ്ടായിത്തീരും. രണ്ട് കാര്യം ആവശ്യമുണ്ട്. അതിന്റെ ഓതർഷിപ്പ് അതിന്റെ മേൽ ഉണ്ടാകണം. അത് അതിന്റെ ഓണറുടെ പേരതിൽ രചിക്കപ്പെട്ടിട്ടുണ്ടാവണം. രണ്ട്, ആ ഓതർ ആരാന്ന് നമ്മൾ അറിയുകയും ചെയ്യണം. അപ്പോഴാണ് ഇതിന് വിലയുണ്ടാവുക. ദൈവത്തിന്റെ വിരലടയാളം ഈ പ്രപഞ്ചത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ആ പതിഞ്ഞിരിക്കുന്ന വിരലടയാളം ദൈവത്തിൻ്റെതാണെന്ന് അറിയണം. അപ്പോഴാണ് നമുക്കും ഈ പ്രപഞ്ചത്തിനും വിലയുണ്ട് എന്ന് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കാൻ തുടങ്ങിയാൽ അത് അവന്റെ അടിവേര് മാന്തലായിരിക്കും, അവനെ തന്നെ ഇല്ലായ്മ ചെയ്യലായിരിക്കും, അവന് തന്നെ അർത്ഥം ഇല്ല എന്ന് പറയലായിരിക്കും. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു ശാസ്ത്ര പുരോഗതി, സോക്കോൾഡ് ശാസ്ത്ര പുരോഗതി ഒരു മധ്യശതകത്തിന് ശേഷം പെട്ടെന്നുണ്ടായി വന്നപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം വളർന്നു വന്നത്. എക്സിസ്റ്റൻഷ്യലിസം, അതായത് എന്താ പറയാ, എനിക്കെന്താ വിലയുള്ളത്, ഞാനെന്തിനാ ഇപ്പൊ ഇങ്ങനെ, എല്ലാം വ്യർത്ഥമാണ്, അർത്ഥശൂന്യമാണ്, മീനിങ്ലെസ് ആണ് എന്ന് ചിന്ത. അതിൽ നിന്നാണ് ഹിപ്പിസം ഒക്കെ ഉണ്ടായത്. മുടി നീട്ടി വളർത്തി ചുമ്മാ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്ന കലിങ്കി കുത്തിന് ഒന്നിനും ഒരു അർത്ഥവും ഇല്ല, ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് പോലെയൊക്കെ ചിന്തിക്കുന്ന അർത്ഥശൂന്യതയുടെ ആളുകൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ സാഹിത്യത്തിനകത്തൊക്കെ സാർത്ര, കാമൂസ് തുടങ്ങിയ ആളുകളുടെ രചനകൾക്കകത്ത് മുഴുവനും ശക്തമായി നിഴലിച്ചു നിൽക്കുന്ന ഈ അർത്ഥശൂന്യതയാണ്. അർത്ഥശൂന്യത മലയാളത്തിലേക്കും മലയാള സാഹിത്യത്തിലേക്കും ഒക്കെ ഒരു കാലത്ത് ഇത് ഭയങ്കരമായി കടന്നു വന്നായിരുന്നു. ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു 50 വർഷം മുമ്പുള്ള സാഹിത്യ രചനകൾക്കകത്തൊക്കെ ഒത്തിരി സാത്വികമായ നന്മയുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിൽ പിന്നീട് പെട്ടെന്ന് ഈ പാശ്ചാത്യ സ്വാധീനം കൊണ്ട് വളരെ പെട്ടെന്ന് അർത്ഥശൂന്യതയുടെ നിരർത്ഥകതയുടെ സാഹിത്യ സൃഷ്ടികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തി എന്നുള്ളതാണ്. ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തുന്നതോടുകൂടെ അർത്ഥം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവന്റെ മുൻപിൽ ജീവിതത്തിനും അർത്ഥമില്ല, ആത്മഹത്യക്കും അർത്ഥമില്ല. പിന്നെ എന്തിനോ വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കുറെ ആളുകൾ.
ഈ ലോകത്തിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം പോലെ കാണും. ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തന്നെ അർത്ഥം ഉണ്ടാവില്ല. അവൻ പിന്നെ ഈ ഭൂമിയുടെ എന്തെങ്കിലുമൊക്കെ നൈമിഷികമായ നിസാരമായ സുഖങ്ങളിലോ ആസ്വാദനങ്ങളിലോ മുഴുകി കഴിയുന്ന വെറും വെറും ജീവജാലങ്ങളായിട്ട് അധപ്പതിക്കും എന്നതാണ് അതിന്റെ പ്രശ്നം. അത് ഇനി അടുത്ത പോയിന്റ്, ഈ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ ഒരു വാചകത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ അടുത്ത അർത്ഥം ഇതാണ്: പ്രപഞ്ചത്തിന് ആരംഭമുണ്ട് എന്ന് പറയുന്നു, അല്ലെ? ദൈവം സൃഷ്ടിച്ചു. പക്ഷേ ഈ ദൈവത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പരാമർശമൊന്നുമില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത് ദൈവമായിരിക്കില്ല. അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം വേറൊരാളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഇതായിരിക്കില്ല ദൈവം, അതായിരിക്കും ദൈവം. അങ്ങനെ ആ ദൈവം മറ്റൊന്നിലാൽ സൃഷ്ടിക്കപ്പെട്ടാണെങ്കിൽ അതായിരിക്കും ദൈവം. അങ്ങനെ ഒരു കാര്യമില്ല. ദൈവം സൃഷ്ടിക്കപ്പെടാത്തവനും ഭൂമി സൃഷ്ടിക്കപ്പെട്ടതുമാണ് എന്നതാണ് അതിന്റെ മൂന്നാമത്തെ അർത്ഥം. ഭൂമി സൃഷ്ടിക്കപ്പെട്ടതാണ്, എന്നാൽ അത് സൃഷ്ടിച്ചവൻ സൃഷ്ടിയല്ല. ഇതൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. സൃഷ്ടിയല്ലാത്ത ഒരുവൻ സൃഷ്ടിക്കുന്നു. ആദി കാരണമായിരിക്കുന്നവൻ എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണങ്ങൾ പുറകിലോട്ട് പോകുമ്പോണ്ടാകുന്ന ആദി കാരണമാണ് ദൈവം. ഈ ആദി കാരണത്തിൽ നിന്നാണ് ബാക്കി എല്ലാം സംഭവിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത്, സൃഷ്ടികർമ്മം നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നാണ് അടുത്ത എംഫസിസ്. ഒരു വാചകത്തിനകത്ത് തന്നെയുള്ള എംഫസിസുകളെ നോക്കുക. സൃഷ്ടികർമ്മം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണത്, അല്ലാണ്ട് നമ്മുടെയല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ പ്രപഞ്ചം എന്ന് പറയാൻ ആർക്കും പറ്റില്ല. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഈ പ്രപഞ്ചം ഇവിടെയുണ്ട്, അതിന്റെ മുകളിലാണ് അവനുണ്ടായത്. അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ സൃഷ്ടാവിന്റെ അധികാരത്തിന് നമുക്ക് ആർക്കും അവകാശമില്ല. അതിന്റെ താഴെ നിന്നാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സൃഷ്ടാവ് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ് എന്നതാണ് അതിന്റെ ഉള്ളർത്ഥം. ഇനി ഈ പറഞ്ഞ രൂപരഹിതം എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യതയെ സൂചിപ്പിക്കുന്ന ഇല്ലായ്മയുടെ ഒക്കെ സൂചനകളാണത്. അതിന്റെ മുകളിലുള്ള ദൈവത്തിന്റെ ചൈതന്യത്തെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ, സൃഷ്ടികർമ്മത്തിനകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വെള്ളത്തിന് മീതെ ചരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ആ കാര്യം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാന പാരമ്പര്യത്തിൽ ഈ സൃഷ്ടിക്കുന്ന കരം അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, അതുപോലെ ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതി എന്ന് പറയുന്നത്. ഈശോ അതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ആരെക്കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിച്ചത്, എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിച്ചതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നു. ദൈവകരം കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാരൂപിയാൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് സൃഷ്ടികർമ്മത്തിനകത്തുള്ള പരിശുദ്ധാരൂപിയുടെ റോളിനെ ഈ ആദ്യ വാചകം എടുത്തു പറയും. നോക്കി എന്തുമാത്രം അർത്ഥങ്ങളാണ്, ഉള്ളർത്ഥങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് എന്ന് നോക്കുക. ഞാനൊരു ആദ്യത്തെ ചാപ്റ്റർ പറയാൻ ഉദ്ദേശിച്ചാൽ പറഞ്ഞു തുടങ്ങിയത്. ഇനി രണ്ടാമത്തെ വാചകത്തെക്കുറിച്ച്, ഒന്നാം ദിവസത്തെക്കുറിച്ചെങ്കിൽ രണ്ടു മൂന്ന് കാര്യം പറയട്ടെ. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, പ്രകാശമുണ്ടാകട്ടെ. നോക്കുക, ഏതൊരു പൊട്ടനും, അതിന് പ്രത്യേകിച്ച് പഠനമോ സയൻസോ ഒന്നും പഠിക്കാത്ത ഏതൊരു സാധാരണ മനുഷ്യനും, ഏത് പ്രാകൃതാവസ്ഥയുള്ള മനുഷ്യനും വെളിച്ചം വരുന്ന സൂര്യനിൽ നിന്നാണെന്ന് അറിയാം, അല്ലേ? കാരണം ഉറഞ്ഞ പക്ഷം സൂര്യന്റെയും കണ്ണിന്റെ ഇടയ്ക്ക് കൈവച്ചാൽ ആ വെളിച്ചം ഇങ്ങോട്ട് വരാതിരിക്കുന്നതിലും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബേസിക് ബോധമുള്ള ഏതൊരു മനുഷ്യനും അറിയാം വെളിച്ചം വരുന്ന സൂര്യനിൽ നിന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത് പിന്നീട് ഒരു ദിവസവും വെളിച്ചം ആദ്യത്തെ ദിവസവുമായിരിക്കുന്നത്? അപ്പൊ ചില ആൾക്കാർ പറയും, അയ്യേ അതുപോലും അറിയാൻ മേലാത്ത പണ്ടത്തെ കാലത്ത് ആരാണ്ട് എഴുതിയതാ. നമ്മളൊരു കാര്യം ഓർക്കണം, ഇത്രയും സുദൃഢമായ രചനാ ശൈലിയിലും റിച്ച്നെസ്സിലും ഇത് എഴുതാൻ കഴിവുള്ള മനുഷ്യനാണ് എഴുതിയെന്ന് വിചാരിക്കുക. അവന് ഈ സൂര്യനിൽ നിന്നാണ് വെളിച്ചം വരുന്നതെന്നും രാത്രിയിൽ ഈ ചന്ദ്രനിൽ നിന്നാണ് ഇത് വെളിച്ചം വരുന്നതെന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആരെയും വിശ്വസിക്കും? അങ്ങനെയാണെങ്കിൽ ഇത് എഴുതാനുള്ള ധൈര്യം എവിടുന്നാണ്? നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ ദിവസം വെളിച്ചം ഉണ്ടായി, പിറ്റേ ദിവസം ഇരുളുണ്ടായി, അങ്ങനെ സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം എന്ന് പറയാൻ എങ്ങനെ കഴിയും? മിനിമം ഒന്നാം ദിവസം സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, അങ്ങനെ ഒന്നാം ദിവസം ഉണ്ടായി എന്ന് പറയണ്ടേ? ദിവസം എന്ന് പറയണ പോലും ഈ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അറിയാൻ മേലാത്ത ആളുകളല്ല ഇത്. കാരണം ദിവസം എന്ന് പറയണമെങ്കിൽ പോലും ഈ ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ അതറിയത്തില്ലെങ്കിൽ സൂര്യൻ ഭൂമിയെ കറങ്ങുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കറക്കത്തെക്കുറിച്ചെങ്കിലും ധാരണ ഉണ്ടാവണ്ടേ? സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ ദിവസം ഉണ്ടാകുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്?
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സൂര്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുൻപ് വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ആളുടെ അജ്ഞതയെന്ന് കരുതുന്നവന്റെ അജ്ഞതയാണ്. പകരം അതിന്റെ ഉള്ളർത്ഥം മറ്റൊന്നാണ് എന്നെങ്കിലും ചിന്തിക്കാൻ പറ്റണം. അതിന്റെ സിമ്പിൾ അർത്ഥം മറ്റൊന്നായിരിക്കും. അതിനെന്തെങ്കിലും ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ടാകും എന്നെങ്കിലും ധ്യാനിക്കാൻ പറ്റേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്നറിയാമോ? ഈ പ്രകാശത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഒന്നാമത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പ്രാകൃത മതങ്ങളിലൊക്കെ പ്രകാശത്തെ ദൈവമായി കാണുന്ന ഒരു 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 വിചാരം ഉണ്ടായിരുന്നു. പ്രകാശത്തെ ദൈവമായി കാണുന്ന ഒരു 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 പാരമ്പര്യം, അങ്ങനത്തെ ഒരു വിചാരമുണ്ട്. ആദ്യം തന്നെ അതിനെ ഡിനേ ചെയ്യുകയാണ്. പ്രപഞ്ചത്തിന്റെ പ്രകാശം പോലും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് അതിൽ തന്നെ ദൈവമല്ല, അതുപോലും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഇതിന് വളരെ വേഗമായിട്ടുള്ള ഒരു ധ്വനിയുണ്ട്. എന്താണെന്നറിയാമോ? പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ നന്മയും ആ നന്മയെ നിഷേധിച്ചവരുടെ തിന്മയും നിലനിൽക്കുന്നു എന്നൊരു ഉള്ളർത്ഥം അതിനകത്തുണ്ട്. അതായത് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറയുമ്പോൾ ദൈവം നടത്തിയ ഒരു സെലക്ഷൻ അതിനകത്തുണ്ട്, ദൈവം നടത്തിയ ഒരു സെപ്പറേഷൻ അതിനകത്തുണ്ട്. അതായത് തിന്മയിൽ നിന്ന് നന്മയെ വേർതിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയെ വേർതിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം അതിനകത്തുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പം നമ്മൾ അതിൻ്റെ ഒരു ആമുഖം പോലും പറയാൻ, ഈ പറയുന്നതിനൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതായത് അതിതാണ്, ഈ ഉൽപ്പത്തി ചരിത്രം മുഴുവനും ഉൽപ്പത്തി എഴുതിയിട്ട് ബൈബിൾ എഴുതി തുടങ്ങിയതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അവ മുഴുവനും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന് 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് ദൈവത്തിന്റെ ശക്തിയെ, അവിടുത്തെ ഇടപെടലിനെ, മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെ, അർത്ഥശൂന്യതയെ, പ്രപഞ്ചത്തിന്റെ പ്രത്യേകതകളെ കണ്ട് കേട്ട് തൊട്ടനുഭവിച്ച മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോസ്റ്റ് എക്സോഡസ് റിട്രോസ്പെക്റ്റീവ് നരേഷനാണ്. ഈ പറഞ്ഞ പുറപ്പാട് അനന്തരമുള്ള ഒരു തിരിഞ്ഞുനോട്ട അനുഭവ രചനയാണ് ഇത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ സംസാരിക്കാം. ആ സമയത്ത് നമ്മൾ ഈ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദിവസങ്ങളായി സൃഷ്ടിച്ചത് എന്നും ഈ ദിവസങ്ങളുടെ ഒരു ലോജിക്കില്ലായ്മയെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ, വെളിച്ചത്തിന് ശേഷം പിന്നീട് ഇത് സൂര്യചന്ദ്രന്മാര്, അതുപോലെ ആകാശവും ഭൂമിയൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഒരു വെള്ളത്തിന് മുകളിൽ ഒരു പ്രതലം പോലെ നിൽക്കുന്നത്, കൊട്ട കമഴ്ത്തിയതുപോലത്തെ ഒരു ആകാശത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവണ്ട് വിചാരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം എൻ്റെ കുറിച്ച് ഇത്തവണ മുതലുള്ള ചോദ്യം ചോദിക്കലിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതായത് ചിലപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു വരാനുള്ള ഒരു ക്ലൈമാക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ആ ചോദ്യം ഇച്ചിരി കഴിയുമ്പോൾ പറയാമെന്ന് പറയും. അല്ലാതെ അത് പറഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ സെഷനുകളിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. നാളെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് മാത്രം പറയേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ നമുക്ക് ഇന്ന ദിവസത്തിലേക്ക് വരുമ്പോഴത്തേനും ഒരു ഏകദേശം സമയമൊക്കെ കൂട്ടി പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്നും കൂടെ കൂട്ടിച്ചേർത്ത് പറയുവേ. സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഈ സൃഷ്ടിയെ കുറിച്ച് ഒരു ചെറിയ സംശയം. നമ്മള് വചനത്താൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ കരം അല്ലെങ്കിൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചെടി, അപ്പൊ പരിശുദ്ധാത്മാവിനാലാണോ? അതിന്ന് വചനത്താൽ എപ്പോഴും നമ്മൾ യോഹന്നാൻ 1:1 ഒക്കെ പറയുന്നത്. അപ്പൊ വചനം എന്ന് പറയുമ്പോ ഈശോ മിശിഹായല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ വരുമ്പോ എങ്ങനെയാണെന്നൊന്ന് ക്ലിയർ ചെയ്യാമോ? നോക്കുക, ഇത് രണ്ടും സുവ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് മിശിഹായെ കുറിച്ച് പറയും. ആ വചനം ദൈവം തന്നെയായിരുന്നു എന്നും പറയും. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. ഞാൻ ആ കാര്യം പറഞ്ഞില്ല, അതിന്റെ കുഴപ്പമാണ്. സൃഷ്ടി നടക്കുന്നത്, സൃഷ്ടിയെക്കുറിച്ച് ഇത്രയും നേരം പറഞ്ഞെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരി ചോദിക്കുമ്പോഴാണ് പറയുന്നത്. സൃഷ്ടി നടക്കുന്നത് അവിടുത്തെ വചനത്താലാണ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ സൃഷ്ടി നടത്തുന്നത് അനായാസമായിട്ട് ഒരു വാക്ക് പറയണ പോലെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വിമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, എത്ര നാളത്തെ അധ്വാനമാണെന്ന് അറിയാം. അതിന്റെ ഡിസൈനിങ് മുതൽ അതിന്റെ യന്ത്രഭാഗങ്ങൾ ഉണ്ടാക്കൽ, മാനുഫാക്ചറിങ് മുതൽ പെയിന്റിങ് വരെയുള്ള ഘടകങ്ങൾ മുഴുവനും എത്രയോ നാളുകളുടെ, എത്ര പേരുടെ എഞ്ചിനീയറിങ്ങിന്റെ, ബുദ്ധിയുടെ,
കൈക്കയത്തിന്റെ ഒക്കെ അധ്വാനത്തിന്റെ ഫലമാണ് ഉണ്ടാകുന്നത്. അത്തരം വലിയൊരു വിമാനത്തെ നമ്മൾ ചുമ്മാ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഒരു വിമാനം എങ്ങനെ ഉണ്ടായി വരുന്നതിനെ കുറിച്ച് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനേക്കാൾ എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ലോകമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം മുഴുവനും ചുമ്മാ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് വഴി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ അല്ല സത്യത്തിൽ സൃഷ്ടികരണത്തിനകത്ത് അവതരിപ്പിക്കുന്നത്, അത് സൃഷ്ടിച്ച ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇതൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ആണ് അല്ലെ? സൃഷ്ടിച്ച പ്രപഞ്ചത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ സൃഷ്ടിച്ചവന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് തോന്നും, പക്ഷെ സൃഷ്ടിച്ചവനെ കുറിച്ചാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അവനെ സംബന്ധിച്ച് ഇതൊരു പ്രിൻസിപ്പിളാണ്, അതിനകത്ത് പഠിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. അവനെ സംബന്ധിച്ച് വിൽ ആൻഡ് ആക്ച്വലൈസേഷൻ ആർ സെയിം. വില്ലും ആക്ച്വലൈസേഷനും സെയിം ആണ് എന്നതാണ് ഈ ദൈവത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. അത് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ ആഗ്രഹിച്ചാൽ ആഗ്രഹം മാത്രമേ അവിടെ ഉള്ളൂ. ഉദാഹരണത്തിന്, ഞാൻ ചോറ് വെച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ വിശന്നിരിക്കത്തേ ഉള്ളൂ, ഞാൻ പോയിട്ട് അത് ഉണ്ടാക്കുകയും കൂടെ വേണം അല്ലെ? ആഗ്രഹം ഒരു വഴിക്ക്, അതിന്റെ പൂർത്തീകരണമാകുന്ന പ്രവൃത്തി മറ്റൊന്ന്. ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവിടുന്ന് ഈസ് അബ്സല്യൂട്ട് ആക്ച്വാലിറ്റി. അവിടുന്ന് പരിപൂർണമായ യാഥാർത്ഥ്യമാണ്. അവിടുന്ന് പൊട്ടൻഷ്യൽ അല്ല, അവിടുന്ന് റിയലൈസേഷൻ ആണ്, റിയലൈസ്ഡ് ആണ്. അവിടുന്ന് ആക്ച്വാലിറ്റിയാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സാധ്യത കൊണ്ടൊന്നുമില്ല, ആ സാധ്യത നിർവഹിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ സാധ്യത തന്നെ യാഥാർത്ഥ്യമാണ്, സാധ്യത പോലും യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ച് സാധ്യത വെറും സാധ്യതയാണ്, പൊട്ടൻഷ്യലാണ്. ഞാൻ ഈ പറയുന്നതിന് തോമസ് അക്വീനാസിന്റെ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള 5 പ്രൂഫുകൾക്കകത്ത് ഇതിന്റെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെറ്റിനകത്ത് വെറുതെ ആ പ്രൂഫുകൾ എന്ന് സെർച്ച് ചെയ്തിട്ട് ചുമ്മാ വായിച്ചു പോകും, നല്ലതാണ്. ലോജിക്കലായിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം പറഞ്ഞു വന്ന കാര്യം, ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്ലാനിങ്ങും ദൈവത്തിന്റെ ഹിതമാകലും വിൽ, അതും ആക്ച്വാലിറ്റിയും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഉണ്ടാകട്ടെ എന്ന ഹിതം തന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അതുണ്ടായിരിക്കുന്നു. ആ ഹിതത്തെ മിശിഹായാണെന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമ്മൾ തിരിച്ചറിയും. ദൈവം അരുൾ ചെയ്യുന്ന, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ, അവൻ പുത്രൻ തമ്പുരാനാണ്, ദൈവത്വത്തിലെ 2ാമത്തെ ദൈവിക വ്യക്തിയാണ് എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും. അപ്പൊ അതുകൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചതിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുമെങ്കിൽ അതിന്റെ ഡയറക്റ്റ് കോസായി സൃഷ്ടിക്കുന്നത് വചനമാണ് എന്നർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് വചനമാകുന്ന മിശിഹായാണ് സൃഷ്ടിക്കുന്നതെന്ന് തന്നെയാണ് അവിടുന്ന് അയക്കുന്ന വചനം സൃഷ്ടിയായി മാറുന്നു, അല്ലെങ്കിൽ അത് തന്നെ സൃഷ്ടി കാരണമായി തീരുന്നു, സൃഷ്ടിയായി തീരുന്നു എന്നൊക്കെ പറയുമ്പം അതിന്റെ ഉള്ളർത്ഥം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഛായയിലെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുന്നിടത്ത് മാത്രമല്ല ഈ ട്രിനിറ്റേറിയൻ ഇമേജ് ഉള്ളത്. അത് ദാറ്റ്സ് ഫ്രം ദ വെരി ബിഗിനിങ്. ഈ ട്രിനിറ്റേറിയൻ ഇമേജറി, നിഴലെന്നേ പറയാൻ പറ്റുള്ളൂ. കോൺക്രീറ്റ് ആയിട്ട് അത് എവിടെ എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ നിഴല് അവിടെ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പുത്രന്റെയും കൂട്ടായ്മയിലാണ് സൃഷ്ടി നടക്കുന്നത് എന്നാണ് ഈ വായിച്ചു പോകുന്ന ആദ്യ ഭാഗത്തിന്റെ വ്യംഗ്യം. ഈ സംശയം ശരിയായിട്ടില്ല. ഞാൻ അച്ഛനൊരു വാട്സാപ്പ് മെസ്സേജ് വിട്ടായിരുന്നു 2 ഇതിന്റെ ഇത് ചെയ്യാനായിട്ട്. അച്ഛനത് കണ്ടില്ലെന്നു. ഞാൻ അതല്ല ഇപ്പം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൃഷ്ടി വിവരണത്തില് ഇപ്പം ബാബിലോണിയൻ അടിമത്തത്തിലാണല്ലോ ആ കാലത്താണ് ഇത് എഴുതിയതെന്ന് പറയുന്നു. അന്നേരം ഒരു വർക്കിംഗ് പാർട്ടാണ്, അതായത് 7 days എന്നുള്ള വർക്കിംഗ് പാർട്ടാണ് അവിടെ നിന്ന് സ്വീകരിച്ചത്. അച്ഛൻ എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച പറയാമെന്ന് പറഞ്ഞവർക്ക് എനിക്ക് തോന്നിയായിരുന്നു. എങ്കിലൊന്ന് ചോദിക്കുകയാണ്, ആ ഒരു വർക്കിംഗ് പാർട്ടാണൊക്കെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാം. ഇത് ചോദ്യോത്തരങ്ങൾക്കകത്ത് അതിന്റെ മെയിൻ എലമെന്റുകൾ വന്നു പോകണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ പലപ്പോഴും അതിനെ അധികം വിശദീകരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഇത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് അവരുടെ അനുദിന ജീവിതത്തിനകത്ത് അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പാറ്റേൺ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് അത് സാപത്താചരണവുമായി ബന്ധപ്പെട്ട കൽപ്പനയുമായി കൂടെ കലർന്ന് കിടക്കുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് കിടക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരു വർക്കിംഗ് പാറ്റേണും അതിനകത്തുള്ളൊരു നീതിയും എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്ന മനുഷ്യൻ വെറുതെ അധ്വാനിക്കുക മാത്രം ചേർന്ന് തുടങ്ങുന്ന വിഷയങ്ങളിലൂടെ അവതരിപ്പിക്കലും ഒക്കെ അതിന്റെ ഉള്ളർത്ഥങ്ങളാണ്. നമ്മൾ അടുത്ത പ്രാവശ്യങ്ങളിൽ ഈ 7 ദിവസം കൊണ്ട് എന്തുകൊണ്ട് പൂർത്തിയാക്കി എന്ന് തുടങ്ങുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
തീർച്ചയായിട്ടും താങ്ക് യു. അതുണ്ട്, തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷെ അതല്ല അതിന്റെ കാരണം എന്നും കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അവരുടെ വർക്കിംഗ് പാറ്റേൺ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് 7 ആയിട്ട് അവതരിപ്പിച്ചു എന്ന് കരുതരുത്. അതിന് വേറെ കാരണമുണ്ട്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ. എന്താ പറയാ, എസ്കറ്റോളജിയായി ബന്ധപ്പെട്ട നേരത്തെ ക്ലാസ്സിൽ അത് പറയുമ്പോൾ നമുക്ക് ഈ യുഗാന്ത്യോന്മുഖമായ ഒരു അർത്ഥമാണ് അതിന്റെ കേന്ദ്രം. അല്ലാണ്ട് വെറുതെ ഒരു ഒരു വർക്കിംഗ് പാറ്റേൺ അവതരിപ്പിക്കുക എന്നുള്ളതല്ല. അത് സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് മാത്രം പറയാം. സ്വീകരിക്കട്ടെ. അച്ഛാ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നേക്കുന്നതാണ് ചോദിക്കുന്നത്. ഇതില് ഒരു മെസ്സേജ്, അതിനകത്തൊരു ഷോർട്ടായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, അതൊന്ന് വായിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? അതിന്റെ കണ്ടന്റ് പറഞ്ഞാലും മതി. ഓക്കെ. ക്രിസ്മസ് എക്സ്മസ് ആശംസകള് അച്ഛൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതില് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു മെസ്സേജിന്റെ അകത്തുള്ളത്, കൊടിയ ക്രൈസ്തവ പീഡനം നിലനിന്നിരുന്ന കാലത്ത് ക്രൈസ്തവർ ശത്രുക്കൾ തങ്ങളെ തിരിച്ചറിയാത്ത രീതിയിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ചുരുക്കെഴുത്തായിരുന്നു ക്രിസ്തോസ്. അതായത് ക്രിസ്തു എന്ന ഗ്രീക്ക് വാക്കിലെ ആദ്യത്തെ അക്ഷരമായ ജി, എക്സ് എന്ന അക്ഷരവും അതിനുശേഷം MAS എന്ന സഫിക്സും ചേർത്തുകൊണ്ടുള്ള എക്സ്മസ് എന്ന പ്രയോഗം. എക്സ്മസ് എന്ന് എഴുതിയാലും അത് ക്രിസ്തോസ് മസ് എന്നായിരുന്നു വായിച്ചിരുന്നത്. ക്രിസ്തോസ് മസ് എന്നാൽ ക്രിസ്തുവിന്റെ ബലി എന്നാണ് അർത്ഥം. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഗ്രീക്ക് ലെറ്ററായ ചി അല്ല, മറിച്ച് ഇംഗ്ലീഷ് ലെറ്ററായ എക്സ് ആണ് എഴുതുന്നത്. എന്നിട്ട് എക്സ്മസ് എന്നാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ക്രിസ്തു എന്ന വാക്ക് പൂർണ്ണമായി മാറ്റപ്പെടുന്നു. ഇതൊരു നല്ല പ്രവണതയല്ല. അതും ക്രിസ്മസ് ആഘോഷങ്ങളെ സെക്യുലറൈസ് ചെയ്യുന്ന നിരീശ്വരവാദികളെയും ഇടത് ലിബറലുകളെയും ഇങ്ങനെ രീതിയിൽ പോകുന്ന ഒരു മെസ്സേജാണ്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഇതിനോട് അനുബന്ധിച്ച് വന്നേക്കുന്ന ഒരു ചോദ്യം, ക്രിസ്മസ് സെക്കുലർ ആഘോഷമാക്കി ഇക്കാലയളവിൽ മാറ്റുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് ട്രീ, സാന്ത, കേക്ക് എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ലേ? കാര്യത്തിൽ എന്തൊക്കെ ക്രിസ്മസ് സമയം ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രതീകങ്ങളുടെ ഒരു അർത്ഥങ്ങള്, അതായത് ക്രിസ്മസ് ട്രീ, സാന്താക്ലോസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാൻ അതും കൂടി ഉണ്ടായിരുന്നു. ക്രിസ്മസ് പ്രതീകങ്ങൾ അല്ലേ? ഓക്കെ. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് വിശുദ്ധ കുർബാന മധ്യേ സംസാരിച്ചത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ എക്സ്മസ് എന്ന് എഴുതുന്നതിനെ ഒരു ധാരണയില്ലാത്തതുകൊണ്ട് ആളുകൾ അത് ഏതാണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ അനോണിമസ് ആയിട്ട് എക്സ് ആൻഡ് വൈ എന്ന് പറയത്തില്ലേ, എക്സ് വൈയോട് യോജിച്ചു എന്ന് പറഞ്ഞാൽ അനോണിമസ്, അങ്ങനത്തെ അനോണിമസ് ആണ് എന്ന് പറഞ്ഞൊരു കുറെ പ്രചരണം ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നീട് പലരും പഠിപ്പിക്കാൻ തുടങ്ങി, എക്സ് അല്ല അത് ഗ്രീക്കിന്റെ ക്രിസ്തോസിന്റെ ആദ്യത്തെ അക്ഷരമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണോ, എന്നാൽ പിന്നെ അങ്ങനെ പറയുമ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറച്ചു നേരം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അതിന് അത്രയും വിലയെ കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് എക്സ് എന്നല്ല ക്ക് മസ് എന്ന് എഴുതുന്നതിന് അതൊരു ഷോർട്ട് ഫോം ആയിട്ട് കണക്കാക്കുന്നതിനകത്ത് ടെക്നിക്കലി സ്പീക്കിംഗ് തെറ്റൊന്നുമില്ല. പിന്നെ എപ്പോഴും നല്ലത് എന്താണ്, ക്രിസ്തോസ് എന്ന വാക്കോട് കൂടെ ഇത് എഴുതുന്നിടത്തൊക്കെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതമായിട്ടുള്ളത്. നമ്മളൊരു ക്രിസ്മസ് കാർഡ് എഴുതുമ്പം ചുമ്മാ ഇങ്ങനെ എഴുതണമെന്നില്ല, പകരം ക്രിസ്തുമസ് എന്നെഴുതാം. ഇനി അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് തിരുപ്പിറവിയുടെ എന്ന്, അല്ലെങ്കിൽ മനുഷ്യാവതാര തിരുനാളിന്റെ പിറവി തിരുനാളിന്റെ ആശംസകൾ, അങ്ങനെ തന്നെ പറയാമല്ലോ. അല്ലാതെ നമ്മൾ എന്തിനാണ് ക്രിസ്മസ് എന്ന് മാത്രം പറയണം? നമുക്ക് കുറച്ചുകൂടെ അതിനെ വ്യക്തമാകുന്നത് പോലെ, അതായത് മിശിഹായുടെ ജനന തിരുനാളിന്റെ ആശംസകൾ എന്ന് പറഞ്ഞുകൂടെ? നമ്മൾ ഇതിൽ നിന്ന് മാറി പോകുന്നതുകൊണ്ടാണ് ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യത്തിൽ അത് എക്സ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അത് അവരുടെ അജ്ഞതയെന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ, എക്സ് അല്ല എന്ന്. പിന്നെ ഇംഗ്ലീഷ് അക്ഷരത്തിലെ എക്സ് ആണ് ആളുകൾ എഴുതുന്നത് എന്ന് പറയാൻ നമുക്ക് എന്താ തെളിവുള്ളത്? എഴുതുന്നവർക്കല്ലേ അതറിയാവുള്ളൂ. പക്ഷെ വായിക്കുന്ന പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു ന്യായമായ വാദമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത് ന്യായമാണ്. എക്സ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ എന്തുകൊണ്ട് നമുക്ക് ക്രിസ്മസ് എന്ന് എഴുതിക്കൂടാ എന്ന ചോദ്യം അതിനകത്ത് വളരെ പ്രസക്തമാണ്. ഇനി അതിനെക്കുറിച്ച് അത്രയും പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിന്റെ പ്രതീകങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിസ്മസിനോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്തുമസ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ചും സന്തോഷത്തോടും കൂടി ആഘോഷിക്കുന്ന ഒരു തിരുനാൾ. ക്രിസ്മസ് ആണ്, മനുഷ്യാവതാരത്തിന്റെ തിരുനാളാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ആളുകൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റർ കാലമൊക്കെ വരുമ്പം കുറച്ചുകൂടി വേറൊരു മൂടൊക്കെയാണ്, ഒരു വലിയ ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ സമയമായി ആഘോഷിക്കുന്നത് അത് ഈശോയുടെ മിശിഹായുടെ പിറവി തിരുനാൾ തന്നെയാണ്, തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ കാലം കഴിയും തോറും ഈ ആഘോഷങ്ങളുടെ സ്വഭാവം മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്.
ആഘോഷത്തെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ആരാണ് ഹൈജാക്ക് ചെയ്യുന്നത്? അതൊരു സെക്കുലർ വേൾഡാണ് ഹൈജാക്ക് ചെയ്യുന്നത്. സെക്കുലർ വേൾഡ് എന്ന് പറഞ്ഞാൽ ആരാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? അതൊരു സാമ്പത്തിക ലോകമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് ആരംഭിച്ചു തുടങ്ങിയത് പണ്ട് കാലത്തെയൊക്കെ ക്രിസ്മസ് കരോള്, അന്യോന്യമുള്ള വിഷിങ്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് ഏറ്റവും ആദ്യത്തെ ഇതിന്റെ വാണിജ്യവൽക്കരണം നടന്നത് ക്രിസ്മസ് കാർഡുകളിലാണ്. നിങ്ങൾ ഓർക്കുണ്ടാവും, ഒരു ഇപ്പോഴത്തെ തലമുറയുടെയൊക്കെ ചെറുപ്പത്തിൽ ക്രിസ്മസ് കാർഡുകളുടെ കച്ചവടം വലുതായിരുന്നു. എല്ലാ കടകളിലും ക്രിസ്മസ് കാർഡുകളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാർഡുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ പോലും പലതും ചൈനയിൽ നിന്നുള്ളതും ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളുടെ ഒക്കെ ആയിരുന്നു. പക്ഷെ എന്തായിരുന്നാലും ധാരാളം കാർഡുകളൊക്കെ ഇറങ്ങി അങ്ങനെ പോയി. പിന്നീട് അത് കാർഡുകൾ പിന്നെ ടെക്നോളജി മാറിയപ്പോഴത്തേനും അതിന് മോഡേൺ മീഡിയയ്ക്ക് വഴിമാറി. പക്ഷേ പിന്നീട് ഇതിന്റെ മാർക്കറ്റ് കണ്ട ഒത്തിരി ആളുകൾ അതിലേക്ക് ചാടി വീഴാൻ തുടങ്ങി. കേക്കിന്റെ ബിസിനസ്, ബേക്കറികളെല്ലാം ഉണരാൻ തുടങ്ങി. അതുപോലെ അതുകൊണ്ട് തീർന്നില്ല, ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജ്വല്ലറികളും ടെക്സ്റ്റൈലുകളും ക്രിസ്മസ് സെയിലുകൾ ആരംഭിക്കാൻ തുടങ്ങി. ക്രിസ്മസും സ്വർണവും തമ്മിൽ എന്ത് ബന്ധം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. പിന്നെ പൊന്നും മീറയും കുന്തിരിക്കോ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്നേലൊക്കെ പറഞ്ഞ പോലെ പറയണതല്ലാതെ അതിനെന്ത് അർത്ഥമാണുള്ളത്? പക്ഷേ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഇന്ന് ഒരു വിപണിയുടെ ഉത്സവമാണ്, ഒരു വിപണിയുടെ ഉണർവാണ്. ക്രിസ്മസ് കാലം വരുന്നു എന്ന് പറയുന്നത് കച്ചവടക്കാർക്ക് ഒരു കൊയ്ത്തുകാലം വരുന്നു എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. അങ്ങനെ ഒരു കാലമാക്കി മാറി. നമ്മൾ അതിന്റെ ഇരകൾ മാത്രമല്ല, അതിന്റെ പ്രചോദകരും കൂടെ ആയി മാറി. എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആകുന്നു, ആഹാ കുറച്ച് സാധനം മേടിക്കണം, ക്രിസ്മസ് ആകുന്നു കുറെ സമ്മാനം മേടിക്കണം, കുറെ ഇത് മേടിക്കണം, ക്രിസ്മസിന് ഉടുപ്പ് മേടിക്കാൻ പോകണം, ക്രിസ്മസിന് സ്വർണം മേടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളും കൂടി ഇതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റാക്കി മാറി. കടലിലോട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം റോമിൽ ഒരു വലിയൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിന് ആ പ്രദേശത്ത് സ്ട്രീറ്റും പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ ക്രിസ്മസ് കാലത്ത് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ബസ്സേ കയറാം, ഒരു ടിക്കറ്റും കൊടുക്കണ്ട, എല്ലാവർക്കും ഫ്രീ ആണ്. വണ്ടി വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കാരണം എന്തെന്നറിയോ? അതിന്റെ രണ്ട് സൈഡിലും ഉള്ള കച്ചവട കടകളാണ്. ഈ കാലത്ത് അവിടെ ഭയങ്കരമായ കച്ചവടം. അപ്പൊ ടൂറിസ്റ്റുകൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകാൻ വേണ്ടിയിട്ടാണ് അതിനെ ഫ്രീ ആക്കി ഇട്ടേക്കുന്നത്. വണ്ടികളോടും ആളുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. നോക്കുക, ആ പ്രദേശത്ത് പോലെ ഇത് ഇറ്റാലിയൻ ഗവൺമെന്റ് ചെയ്യുന്നതാണ്, വത്തിക്കാനകത്ത കാര്യമല്ല പറഞ്ഞത്, അതിന്റെ പുറത്ത് റോമിന്റെ കാര്യമാണ്. അപ്പൊ നോക്കിയേ, എല്ലാരെയും സംബന്ധിച്ച് ഇതൊരു വലിയ കടകളൊക്കെ ക്രിസ്മസിന് ദീപാലങ്കാരമൊക്കെ ഇട്ടാണ് കണ്ടു കഴിഞ്ഞാൽ ഈശോയുടെ ഇവിടെയുള്ള സ്നേഹം കണ്ട് നമ്മൾ അന്തം വിട്ടു പോകും. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം അവർ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ ഇങ്ങനെ തോരണങ്ങളൊക്കെ വെച്ച് അവരുടെ കടയിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കച്ചവട കേന്ദ്രീകൃതമായി മാറി. എന്നിട്ടോ ഇനി അടുത്ത ഒരു പ്രത്യേകത കാണുന്നത്, ഇത് ക്രിസ്മസ് ആഘോഷം ഭയങ്കര ശക്തമാവുകയും അതിന്റെ പ്രതീകങ്ങൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുകയും തുടങ്ങി. പ്രതീകങ്ങളായിട്ട് കോമൺ ആയിട്ടുള്ള പ്രതീകങ്ങൾ എന്താണ്? ചിലത് ഭയങ്കര എന്താ പറയാ മോശം പ്രതീകങ്ങളും ചില നല്ല പ്രതീകങ്ങളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്മസിന്റെ പുൽക്കൂട്, അതൊരു നല്ല പ്രതീകമാണ്. പുൽക്കൂട് ഒരു നല്ല പ്രതീകമാണ്, അർത്ഥമുള്ള പ്രതീകമാണ്. ഈശോ യോസേപ്പിതാവും മാതാവും കൂടെ നിൽക്കുന്ന സ്റ്റാച്യൂസ്, അത് നല്ലൊരു പ്രതീകമാണ്. ഇങ്ങനത്തെ നല്ല പ്രതീകങ്ങളുണ്ട്. എന്നാൽ എവിടെ നിന്നറിയാതെ ക്രിസ്മസിലേക്ക് വന്നു കയറിയിട്ടുള്ള കുറെ പ്രതീകങ്ങളുണ്ട്. മെഴുകുതിരികൾ, ബോളുകൾ, മണികൾ, അല്ലേ, അങ്ങനത്തെ കുറെ പ്രതീകങ്ങൾ. പിന്നെ അതുപോലെ ക്രിസ്മസ് ട്രീ ക്രിസ്മസിന്റെ ഒരു സിമ്പിളായി തന്നെ മാറിയിട്ടുണ്ട്. ഈ ട്രീക്ക് മനുഷ്യാവതാരമായിട്ട് വലിയ ഒന്നുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം അത് സാന്റാക്ലോസ് ആണ്. സെന്റ് നിക്കോളാസ് ആണ് വിശുദ്ധൻ. ആ വിശുദ്ധനും ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസുമായിട്ടൊരു ബന്ധമില്ല. ആ വിശുദ്ധന്റെ ജീവിതത്തിനും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും നേരിട്ടില്ല. ആകെയുള്ളത് ഒരു കഷ്ടതയിലായിരിക്കുന്ന ആളുകളെ സന്ദർശിച്ച്, പ്രത്യേകിച്ചൊരു 3 പെൺകുട്ടികളുടെ കോണ്ടെക്സ്റ്റ്, അവരെ സന്ദർശിച്ച് അവരെ സഹായിക്കുകയൊക്കെ ചെയ്ത, അപ്രതീക്ഷിതമായി സഹായം എത്തിച്ച അങ്ങനത്തെ ഒരു സമ്മാനമായിരുന്നു ഈശോയെന്നും കൂടെയുള്ള സ്വപ്നത്തിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ സാന്റാക്ലോസ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നത്. സെയിന്റ് നിക്കോളാസ് എന്നാണ്. ഈ സെയിന്റ് നിക്കോളാസിന്റെ ചരിത്രം അതിങ്ങനെ ആദിമകാലം മുതൽ തന്നെ ഒത്തിരി എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഏതാനും നൂറ്റാണ്ടുകളെങ്കിലും മുൻപ് മുതൽ സെയിന്റ് നിക്കോളാസ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ആദ്യം അദ്ദേഹം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിനകത്ത് ഈ സെയിന്റ് നിക്കോളാസിന്റെ ചരിത്രത്തിലെ പല ഘട്ടങ്ങളിലെ ചിത്രരചനകൾ ഒരു ഹിസ്റ്റോറിക്കൽ പിക്ചറൈസേഷൻ നെറ്റിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അതിനകത്ത് ഓരോ വർഷത്തും ഇറങ്ങിയ സെന്റ് നിക്കോളാസിന്റെ ചിത്രങ്ങളുടെ ഒരു ക്രമമുണ്ട്. ആദ്യത്തെ കാലത്ത് ഒരു മെത്രാനെ പോലെ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന, താടിയൊക്കെ നീട്ടി താപസനായ ഒരു മനുഷ്യന്റെ ചിത്രമായിരുന്നു.
പിന്നീട് അത് മാറി 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 താടിയൊക്കെയുള്ള കുറച്ചുകൂടെ പുഞ്ചിരിക്കുന്ന കുറച്ചുകൂടെ ഒരു പച്ച ഉടുപ്പൊക്കെ ഇട്ട് അരിയിൽ കൂടെ പഞ്ഞിയൊക്കെ പിടിപ്പിച്ച ഒരു നിക്കോളാസിനെ അവതരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഭാണ്ഡവത്തിനകത്ത് നിറച്ച് സമ്മാനങ്ങളൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു അപ്പൂപ്പനായിട്ട് അവതരിപ്പിക്കാം. പിന്നെ തണുപ്പിന്റെ സ്ലഡ്ജിനകത്ത് കയറി വരുന്ന പോലെ അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ. അതിങ്ങനെ വന്ന് പച്ച നിറത്തിലുള്ള ഉടുപ്പൊക്കെ ആയി. ഏറ്റവും അവസാനം ഇതിനെ പോപ്പുലറൈസ് ചെയ്തത് കൊക്കോകോള കമ്പനിയാണ്. കൊക്കോകോള കമ്പനി അവരുടെ 1940 അവരത് ചെയ്യുന്നത്. അതുവരെ പച്ചയുടുപ്പായിരുന്നതിനെ ചെറിയ മോഡിഫിക്കേഷൻ അവർ വരുത്തി. അല്ലാണ്ട് കൊക്കോകോള കമ്പനിയാണ് സാന്റാക്ലോസിനെ ഉണ്ടാക്കിയെന്ന് ചിലർ പറയാറുണ്ട്. ഒരിക്കലും അല്ല. പകരം ഇവരതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. അവരൊരു ക്രിസ്മസ് പരസ്യത്തിനകത്തേക്ക് ഈ സാന്റാക്ലോസ് കൊക്കോകോളം പിടിച്ചുകൊണ്ട് വരുന്ന ഒരു പടം അവരിറക്കി. അത് ഭയങ്കര ഹിറ്റായി. പിന്നീട് എല്ലാവരും സാന്റാക്ലോസിനെ അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി. ഉടുപ്പൊക്കെ ചുമപ്പിലോട്ടങ്ങ് മാറി. അങ്ങനെ അതേ പരുവത്തിലുള്ള സാന്റാക്ലോസുമാർ നിറച്ചങ്ങോട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഈ പ്രതീകങ്ങളൊക്കെ നല്ലതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. കാരണം ഒരു സാന്റാക്ലോസ് വടിയൊക്കെ പിടിച്ചു വരുന്നത് കാണും പെട്ടെന്ന് നമ്മൾ ക്രിസ്മസ് ആയല്ലോ എന്ന് ഇന്നത്തെ കാലത്ത് ഓർക്കും. അല്ലെ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് കഴിയുമ്പോഴത്തേനും ഹായ് ക്രിസ്മസ് ആയി നമ്മൾ വീട്ടിൽ വെച്ചേക്കാം, നമ്മൾ വീട്ടിനകത്ത് നടക്കുന്നത് തന്നെ ക്രിസ്മസ് കാലമാണ് എന്നൊരു ഓർമ്മയൊക്കെ വരും. അങ്ങനെ ഇവയുടെയൊക്കെ മണികളൊക്കെ കെട്ടി തൂക്കുന്നു, മണിനാഥം, ഗിഫ്റ്റുകളുടെ ബോക്സുകൾ, ബോളുകൾ, അങ്ങനെ തോരണങ്ങൾ, ഇതൊക്കെ ഒരു ക്രിസ്മസിന്റെ ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ വലിയൊരു അപകടം സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതറിയാതെയാണ് നമ്മൾ കരുതരുത്. ബോധപൂർവം വരുത്തിവെച്ച ഒരു അപകടം എന്താണെന്നറിയാമോ? പ്രതീകങ്ങൾ വല്ലാതെ വരികയും യാഥാർത്ഥ്യം തമസ്കരിക്കപ്പെടുകയും ചെയ്തു. യാഥാർത്ഥ്യം എന്താണ്? മിശിഹായാണ്, ഉണ്ണീശോയാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഉണ്ണീശോ മേശപ്പുറത്തുനിന്ന് പോവുകയും അവിടെ ക്രിസ്മസ് ട്രീയും ബോളുകളും വന്ന് പ്രവേശിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഉണ്ണീശോ പിക്ചറിൽ നിന്ന് ഔട്ടായി. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഇപ്പോഴും ക്രിസ്മസ് കാർഡുകൾ വരുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആരുടെയൊക്കെ വരുന്നറിയാമോ? കടകളുടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാങ്കുകളുടെ, അങ്ങനെ സഹകരണ സ്ഥാപനങ്ങളിലെ ഒക്കെ ക്രിസ്മസ് കാർഡുകൾ ഒരൊറ്റ എണ്ണത്തിൽ പോലും ഈശോയും കാണിയല്ല, മാതാവും കാണില്ല, ഔസപിതാവും കാണിയല്ല, പുൽക്കൂടും കാണിയല്ല. പകരം അതിനകത്ത് മണികൾ കാണും, കേക്കിന്റെ പടം കാണും, തിരികൾ കാണും, ഡിസൈൻസ് കാണും. എന്നിട്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എന്ന് രണ്ടുകൂടെ കൂട്ടിക്കുഴച്ച ഒരു വാചകവും കാണും. നമ്മൾ ഭയങ്കര ക്വൈറ്റ് ഹാപ്പിയാണ് അതിനെക്കുറിച്ച്. നമ്മളും വന്നിട്ട് ചുമ്മാ ആളുകളോട് പറയാണ് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയാം. ചുമ്മാ ഹാപ്പിയുടെ കാര്യമാണോ അത്? അതിനകത്തുള്ള ബ്ലെസ്ഫുൾനെസ്സിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ? മിശിഹായുടെ തിരുപ്പിറയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നല്ലേ ആശംസിക്കേണ്ടത്? അല്ലാണ്ട് ചുമ്മാ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്നാണ് പറഞ്ഞാൽ മതിയോ? അതിന്റെ അപ്പുറത്തുള്ള മിശിഹായിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. സാന്റാക്ലോസിനെ കുറിച്ച് പറയാനല്ലോ ക്രിസ്മസ്. സാന്റാക്ലോസ് പ്രതീകമായിരിക്കാം, പക്ഷെ അത് മുമ്പിൽ കയറി വരരുത്. ഈശോ ഇല്ലാതെ സാന്റാക്ലോസിന്റെ ക്രിസ്മസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് സാന്റാക്ലോസിന്റെ ജന്മദിനമാണെന്നാണ് സാധാരണ ആളുകൾക്ക് വിചാരിക്കുന്നത്. കുറെ കാലം മുമ്പ് അമേരിക്കയിലെ ഹൈസ്കൂളിൽ നടത്തിയ ഒരു സർവേ, അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതാണ് അവര്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസിന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്യുന്നത് എനിക്ക് സംശയമുള്ളത്. അവരവരുടെ കാത്തലിക് സ്കൂളുകളിൽ ഇത് നടത്തിയപ്പോൾ ക്രിസ്മസിന് സാന്റാക്ലോസുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാവുന്ന കുട്ടികൾ 90-95% ഉണ്ട്. പക്ഷേ അത് ഈശോയുടെ ജന്മദിനമാണെന്ന് അറിയാവുന്ന കുട്ടികൾ 5-6% കണ്ടേ ഉണ്ടായിരുന്നു. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. സാന്റാക്ലോസ്, സമ്മാനങ്ങൾ, കച്ചവടം, സാധനം മേടിക്കൽ, പിന്നെ തിരി, ട്രീ, ബൾബുകൾ, ഇതെല്ലാമാണ് ക്രിസ്മസ്. പക്ഷെ ഈശോ എവിടെ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഇത് നമ്മുടെ കരോളുകളെയും സ്വാധീനിക്കുന്നുണ്ട്. ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാലാഖമാർ ചെയ്ത പ്രവൃത്തിയാണ്. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് അത്. പകരം അതിനെ ചുമ്മാ ഏതെങ്കിലും സിനിമാ പാട്ടിന്റെ പാരഡി ഉണ്ടാക്കി തുള്ളിക്കൊണ്ട് വീടുകളിൽ ചെന്ന് പൈസ പിരിക്കുന്ന ഒരു സാധനമാക്കി മാറുന്നത് അരോചകമാണ്. അവര് തരുന്ന നേർച്ചയും ഇതും സ്വീകരിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അവരതിന്റെ കൂടെ സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണങ്ങൾ, അതായത് ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ സന്തോഷത്തിൽ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണങ്ങൾക്ക് അർത്ഥമുണ്ട്. പക്ഷേ ചർച്ചകൾ മുഴുവനും അതിന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും. KCVക്കാര് കരോളിന് പോകുമ്പം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ വരവ് കിട്ടുമെന്നോ, അല്ലെ അവരുടെ വീട്ടിൽ കയറി അവർ 500 വരാറില്ലെന്നോ പോലത്തെ ചർച്ചകൾ ആ ഇടവകയിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിർത്തിവെക്കണം കരോൾ. എന്നിട്ട് അവരെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചിട്ടേ കരോളിന് വിടാവുള്ളൂ. ചുമ്മാ ആ വീടുകളിലൂടെ കയറാനും രാത്രിയിൽ തുള്ളിച്ചാടി നടക്കാനും എന്നിട്ട് കാപ്പി കുടിച്ച് ഭക്ഷണം കഴിച്ച് ഉറക്കളച്ച് നടക്കുന്നതിന്റെ രസം അനുഭവിക്കാനും മാത്രമായിട്ട് കരോൾ മാറരുത്. കരോൾ എപ്പോഴും മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ്. നമ്മൾ കരോൾ നടത്തുമ്പോണ്ടല്ലോ വീട്ടിൽ ചെന്നിട്ട് ചുമ്മാ പാട്ട് പാടുകയല്ല ചെയ്യേണ്ടത്, അവിടെ ചെന്ന് സംസാരിക്കുക ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ അതിന് അച്ഛൻ പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ തന്നെ, അല്ല അതിന് ഒരുക്കപ്പെട്ട ആളുകൾ. ഇപ്പൊ KCVനകത്തൊക്കെയാന്ന് വെച്ചു പ്രസംഗിക്കാൻ അറിയാവുന്ന ആളുകളില്ലേ, ഒരു 2 മിനിറ്റ് മിശിഹായുടെ തിരുപ്പിറവിയെക്കുറിച്ച്, ദൈവം കാണിച്ച അനന്തമായ കാരുണ്യത്തെക്കുറിച്ച്, മനുഷ്യനുണ്ടായ രക്ഷയെക്കുറിച്ച്
അവന് അവന് അവന്റെ അവന്റെ അവന് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവ കൃപാവരമുള്ളവർക്ക് സമാധാനം ആശംസിച്ച ദൈവത്തിന്റെ ആശംസയെക്കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയുകയും ഈ മിശിഹ, രക്ഷകനായ മിശിഹ ഈ ഭവനത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഈ കുടുംബത്തിന്റെ ജീവിതത്തിനകത്ത് സമാധാനമായും ജനിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാതെ അവിടുന്ന് കടന്നുപോയ മീനിങ്ലെസ്. ചുമ്മാ കുറച്ച് സിംബോളിസംസുമായിട്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഓർക്കണം, നമ്മൾ കരോള് നടത്തുവാണെങ്കിൽ ഈ സന്ദേശം പോയി പറയാൻ വേണ്ടി നടത്തണം. അത് എല്ലാ വീടുകളിലും, അത് ജാതിമത ഭേദമന്യേ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയായതുകൊണ്ട് ആ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടി പോകണം. പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി പോകണം, പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ചു പോകണം, കൂട്ടായ്മയുടെ സ്നേഹം അനുഭവിച്ചു പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം. ഏറ്റവും ഓക്വേർഡ് ആയിട്ടുള്ള പാരടിപ്പാട്ടുകൾ പാടി തുള്ളാൻ വേണ്ടിയിട്ട് പോകരുത് എന്നാണ് അത് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനും കൂടെ ഉള്ളത്. കർത്താവിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് പാട്ടുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ രസമല്ല എന്ന് ചിലപ്പം അച്ഛന്മാരായ ഞങ്ങളും ചിലപ്പം കരുതും. പിള്ളേരുടെ രസമല്ല ഇതിനകത്ത് കാര്യം. പിള്ളേർ വരണമെങ്കിൽ തുള്ളലൊക്കെ വേണം, ചാടി ചെയ്തോട്ടെ, പക്ഷേ അതിന്റെ അപ്പുറത്തുള്ള അതിന്റെ ഉള്ളർത്ഥത്തെ അവഗണിക്കാൻ ഇടയാകരുത്. മിശിഹായെക്കുറിച്ച് പറയുകയും അവിടുത്തെ ജനത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ സന്തോഷത്തിന്റെ മാലാഖമാര് നടത്തിയതുപോലത്തെ സന്ദർശനമാകണം ഈ കരോളുകൾ. അങ്ങനെ ക്രിസ്മസിന്റെ എല്ലാ ഘട്ടങ്ങളിലും മിശിഹ കേന്ദ്രീകൃതമാകണം എന്നതാണ്, തിരുപ്പിറവി കേന്ദ്രീകൃതമാകണം എന്നതാണ്. നിങ്ങൾ കാർഡുകളൊക്കെ അയക്കുന്നുണ്ട്, അതിനകത്ത് അടിയിൽ ഒരിക്കലും ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതരുത്. പകരം തിരുപ്പിറവിയുടെ അനുഗ്രഹങ്ങൾ എന്നോ തിരുപ്പിറവിയുടെ ആനന്ദമെന്നോ തിരുപ്പിറവിയുടെ നന്മകളെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ അതിനകത്ത് എഴുതാനായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങും. അതുപോലെ നിശ്ചയമായും അതിനകത്ത് മിശിഹായുടെ ജനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് കഴിയുമെങ്കിൽ അത് ഐക്കൺസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനത്തെ കാർഡുകളൊക്കെ ഉണ്ടാക്കാനോ എന്നിട്ട് അതൊക്കെ ഷെയർ ചെയ്യാനോ ഒക്കെ നമ്മൾ ശ്രമിക്കണം. ഇനി അത് ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ട്, കുറച്ച് തരം കാർഡുകൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്താൽ അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്കൊരു കൗണ്ടർ കൾച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പണ്ടത്തെ പോലെ പ്രിന്റ് മീഡിയ തപ്പി പോകേണ്ട ആവശ്യം പോലുമില്ല. ഡിസൈനിങ് കഴിവുള്ള ആളുകൾക്ക് അവർ പലതരത്തിലുള്ള പല കളറുകളിലുള്ള ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഓരോന്നാണ്. അങ്ങനെ മിശിഹ കേന്ദ്രീകൃതമായ കാർഡുകൾ ഇതിന്റെ ആശംസകളോടുകൂടെ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്താൽ അന്നത്തെ ദിവസം അത് നിറച്ച് ഷെയർ ചെയ്യപ്പെടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആരെങ്കിലും ഉണ്ടാക്കുന്ന ഏതെങ്കിലുമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യപ്പെടുന്നത്. ചുമ്മാ ഒരു ട്രീ ഒക്കെയാണ് എപ്പോഴും പോകാറുള്ളത്. അതുകൊണ്ട് അതൊരു കൗണ്ടർ കൾച്ചർ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാലും വേണമെങ്കിൽ നടക്കും. ഞാൻ ഇച്ചിരി സമയമെടുത്ത് പറഞ്ഞതാണ്, നമ്മുടെ ക്രിസ്മസ് ദിവസമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛാ കേക്കാവോ അച്ഛാ? സൂര്യകട്ടെ അച്ഛാ, ഞാൻ കാനഡയിലാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇവിടെ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു. അതായത് ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ ക്രിസ്തു സത്യം പറഞ്ഞാൽ ഇല്ല. സാന്റായും പിന്നെ ഗിഫ്റ്റ്സും അതേപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം നമ്മള് കേരളത്തിൽ നിന്ന് ഇത്രയും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഒരു ഇത് കിട്ടി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ സുവിശേഷം എത്തിയത്. കുറെ നാൾക്ക് മുമ്പ് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെയാണല്ലോ സുവിശേഷം നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഈ ദണ്ഡവിമോചനത്തിനെ പറ്റിയാണ്. അപ്പോ എന്റെ അടുത്ത് ഒരു പുള്ളി പറഞ്ഞതാണ്. അപ്പോ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഇതുണ്ട്. അപ്പൊ അതിലൊന്നെന്ന് പറയുമ്പോഴത്തേക്കും 5 കാര്യങ്ങൾ. അതായത് ഒന്നാമതായിട്ട് പരിശുദ്ധ കുമ്പസാരം, പിന്നെ കുർബാന, പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളെല്ലാം വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിക്കുന്നത്, പിന്നെ മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ, പിന്നെ അവസാനമായിട്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടിയിട്ട്, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിശ്വാസ പ്രമാണം, ഒരു നന്മ നിറഞ്ഞ മറിയം, സ്വർഗസ്ഥനായ ഒരു ത്രിത്വസ്തുതി. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണദണ്ഡ വിമോചനം നമുക്കോ അല്ലെങ്കിൽ മരിച്ചുപോയ വിശ്വാസികൾക്കോ നേടിക്കൊടുക്കാന്ന് പറയുന്ന ഒരു ഇത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോന്ന് അറിയാനേ ഞാൻ ചെയ്യുന്നതാണത്. ദണ്ഡവിമോചനത്തെ കുറിച്ച് നമ്മളൊരു ക്ലാസ്സിനകത്ത് കുറെ ദീർഘമായി പറഞ്ഞിട്ട് ഞാൻ ഷോർട്ടായിട്ട് പറയാം. ദണ്ഡവിമോചനം എപ്പോഴും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ദണ്ഡവിമോചനമാണ്. ഉദാഹരണത്തിന് ഹോളി ഡോറിലൂടെ ജൂബിലി വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്നു എന്ന് സഭ പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു. ഞാൻ ആ മുമ്പത്തെ ക്ലാസ്സിൽ ദണ്ഡവിമോചനം അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള അധികാരം എന്താണ്, അപ്പോൾ ശരിക്കും നമ്മൾ ചുമ്മാ ഡോറിലൂടെ കടക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടാൻ മാത്രം നിസ്സാരമാണോ ഈ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം തുടങ്ങിയ വിഷയങ്ങളെല്ലാം മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചാൽ നേടുന്നത് എങ്ങനെയെന്ന് മാത്രമാണ് അതിനകത്ത്. അപ്പം ആ പ്രവൃത്തിയാണ് ദണ്ഡവിമോചനത്തിന്റെ കേന്ദ്രം. പക്ഷേ ആ പ്രവൃത്തി വെറുതെ ചെയ്താൽ പോരാ. ഇനി പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഇന്റൻഷനാണ്. ഇന്റൻഷൻ, അതായത് ദണ്ഡവിമോചനം പ്രാപിക്കുക എന്ന ഉദ്ദേശത്തോടെ ആ ഡോറിലൂടെ കിടക്കണം. നിങ്ങളൊരു സാധനം എടുക്കാൻ മറന്നുപോയതുകൊണ്ട് അതിനകത്തോടെ 2 പ്രാവശ്യം കയറി ഇറങ്ങിയെന്നോർത്ത് ദണ്ഡവിമോചനം കിട്ടാൻ പോകുന്നില്ല.
ആ ഉദ്ദേശത്തോടെ അവിടെ പോവുകയും ആ ഉദ്ദേശത്തോടു കൂടെ അതിലൂടെ പ്രവേശിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ ഇന്റൻഷനാണ്. രണ്ടാമത്തെ അതിനുള്ള ഒരുക്കമാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരുക്കം കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണമാണ്. രണ്ടൊരുക്കങ്ങൾ. കുമ്പസാരിച്ചൊരുങ്ങിയിട്ടുണ്ടാവണം, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടാവണം. ഇനി മൂന്നാമത്തേത് വിശ്വാസ പ്രമാണമോ അല്ലെങ്കിൽ സഭ നിശ്ചയിച്ചിരിക്കുന്ന മറ്റേ നമുക്ക് എല്ലാം കോമൺ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് വിശ്വാസ പ്രമാണം ചെല്ലുക. അഞ്ചാമത്തേത് പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഈ പറഞ്ഞ സ്വർഗ്ഗസ്നായ പിതാവേ നന്മ നിറഞ്ഞ ത്രിത്വസ്തുതി ഒരു പ്രാവശ്യം വീതം. അത്രയും ചെയ്തിട്ട് അല്ലെങ്കിൽ അത്രയും ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രവൃത്തി കൂടെ ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് അവിടെയുള്ള ആ പർട്ടിക്കുലർ പ്രയർ ചെല്ലുമ്പോൾ ദണ്ഡവിമോചനം കിട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴാണ് ദണ്ഡവിമോചനം പൂർത്തിയാകുന്നത്. അപ്പൊ ആ സമയത്ത് സഭ തൻ്റെ മിശിഹായുടെ പീഡാസഹനങ്ങളുടെയും ഒക്കെ യോഗ്യതകളിൽ നിന്ന് സംഭരിച്ചിരിക്കുന്ന കൃപയുടെ ട്രഷറിയിൽ നിന്ന് നമുക്ക് നൽകും. അതൊരു കൂട്ടായ്മയുടെ ഭവനത്തിന്റെ ഭാഗമൊക്കെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു എപ്പിസോഡ് അതിനകത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മനുഷ്യാവതാരം ഞങ്ങൾക്ക് ദൈവിക വെളിപാടിന്റെ പൂർണ്ണത നൽകി. ആ പൂർണ്ണതയിലേക്ക് വളർന്നു വന്ന കാലഘട്ടത്തിന്റെ പഴയ നിയമത്തിന്റെ രചനകളുടെ ആന്തരിക അർത്ഥങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിനോക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവെ, എന്തുമാത്രം സമൃദ്ധമായ അർത്ഥതലങ്ങളുടെ നിറവുള്ള, വ്യാഖ്യാനിച്ചാലും കാലഘട്ടങ്ങളിലൂടെ പൂർത്തിയാകാത്ത അർത്ഥതലങ്ങളുള്ള ആ രചനകൾ അത് അങ്ങയുടെ ആത്മാവിന്റെ പ്രചോദനത്താലല്ലാതെ മനുഷ്യന് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, സകലതും സൃഷ്ടിച്ച അവിടുന്ന് അങ്ങയുടെ ആത്മാവാൽ രചിച്ചതാണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിൻ്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് കഴിയുന്നിടത്തോളം ഞങ്ങളെ കൊണ്ടുപോകണമേ. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അഭിമാനവും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ബോധ്യവും ഞങ്ങൾക്ക് വലിയ ശക്തിയും കരുത്തുമായി മാറട്ടെ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറകളെ അത് ഉറപ്പിക്കട്ടെ. തലമുറകളെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അത് കാരണമായി തീരട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് ഉണർത്തുകയും ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.